Hello, my dear students. I am Dr. Rijula Pitti, Assistant Professor on Contract, Department of Commerce, School of Distance Education, University of Calicut. Here, through this presentation, I intend to give a detailed explanation about the subject Professional Business Skills. Actually, this Professional Business Skills is a common paper for the third semester BCom and BBA students. Now coming to the contents, that is actually your subject, that is professional business skills, is mainly divided under 5 modules. The first module deals with the professionalism. Second module which deals with electronic learning, that is e-learning. And the third module covers the various aspects related with business data analysis. And the fourth module is related with the socio-cyber informatics. And the last module covers the area related with digital marketing. Okay, so the professional business skills എന്ന് പറയുന്ന ആ ഒരു പേപ്പർ തേർഡ് സം BCom and BBA കുട്ടികൾക്കുള്ളതാണ്. ഇതെന്ന് പറയുന്നത് പ്യുവർലി a തിയററ്റിക്കൽ പേപ്പർ ആണ്. പിന്നെ ഈ ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷനിലുള്ള ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ബൈഹാർട്ട് ചെയ്യോ അല്ലെങ്കിൽ പോയിന്റ്സ് ഓർത്ത് അങ്ങനെ കാണാതെ പഠിച്ച് എഴുതേണ്ടയോ അങ്ങനത്തെ ഒന്നും ഒരു പേപ്പറേ അല്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന അതേ കാര്യങ്ങളാണ്. എന്താണ് ഇലക്ട്രോണിക് മെയിൽ, നമ്മൾ എല്ലാവരും ഇപ്പൊ കോമൺലി യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് മീഡിയാസിനെയോ അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, അതായത് സൈബർ റിലേറ്റഡ് പ്രോബ്ലംസ്, ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ദെൻ ഓൺലൈൻ അഡ്വർടൈസിങ്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനകത്ത് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്കറിയാം ഇപ്പൊ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സസ് ആണ് അല്ലെ. അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ക്ലിയർ ആയിട്ട് അറിയാം അല്ലെ. അപ്പൊ അങ്ങനത്തെ കുറെ ആസ്പെക്ട്സുകളാണ് കുറച്ച് തിയററ്റിക്കൽ ആയിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. സോ ഇറ്റ് ഈസ് വെരി വെരി സിമ്പിൾ സബ്ജക്ട് ഫോർ യു. ജസ്റ്റ് ഒന്ന് സ്റ്റഡി മെറ്റീരിയൽ 2-3 തവണ വായിക്കുക. ദെൻ ഇങ്ങനെയുള്ള പ്രസന്റേഷനോ അല്ലെങ്കിൽ ക്ലാസ്സുകളോ ഉണ്ടെങ്കിൽ അതും കേൾക്കുക. That is enough for the subject. Okay. Now coming to the first module. First module എന്ന് പറയുന്നത് പ്രൊഫഷണലിസം ആണ്. എന്താണ് പ്രൊഫഷൻ? നമുക്കറിയാം എന്താ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താ. ഒരു എക്സാമ്പിൾസ് എന്തൊക്കെയാ പ്രൊഫഷന്? ഡോക്ടേഴ്സിന്റെ പ്രൊഫഷൻ ആണ്, ടീച്ചേഴ്സ് പ്രൊഫഷൻ ആണ്, അഡ്വക്കേറ്റ്സിന്റെ അല്ലെ, ലോയേഴ്സിന്റെ പ്രൊഫഷൻ ആണ്, ഡാൻസിങ് ഒരു പ്രൊഫഷൻ ആണ് അല്ലെ. അപ്പൊ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രൊഫഷൻ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് അല്ലെങ്കിൽ ഒരു സ്കില്ല് വേണം അല്ലെ ആ ഒരു കാര്യം ചെയ്യണമെങ്കിൽ. ഇപ്പൊ ഡോക്ടേഴ്സ്, എല്ലാവർക്കും ഡോക്ടേഴ്സ് ആവാൻ പറ്റുമോ? എന്താ ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ MBBS, അല്ലെങ്കിൽ ആയുർവേദം ആണെങ്കിൽ ആയുർവേദം, അല്ലെങ്കിൽ ഹോമിയോ ആണെങ്കിൽ ഹോമിയോ, അങ്ങനെ പഠിച്ച ആൾക്കാർ അല്ലെങ്കിൽ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയ ആൾക്കാര് അല്ലെങ്കിൽ അതിനകത്ത് ഒരു നല്ലൊരു സ്കില്ലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്താവുള്ളൂ ഡോക്ടേഴ്സ് ആവാൻ പറ്റുള്ളൂ അല്ലെ. സോ ഒരു പ്രൊഫഷണൽ സ്കില്ല് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് അല്ലെങ്കിൽ ഒരു നല്ലതായിട്ട് അതിനകത്തുള്ള ഒരു അറിവ്, അങ്ങനെ ആവുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ അത്രയും അറിവുകൾ നേടുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു പ്രൊഫഷൻ എക്വയർ ചെയ്യാൻ പറ്റുക അല്ലെ. അതേ കാര്യമാണ് ഇവിടെയും പറയുന്നത്. എന്താണ് വാട്ട് യു മീൻ ബൈ പ്രൊഫഷണലിസം? പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ കണ്ടക്ട് അല്ലെങ്കിൽ എയിംസ് ഓർ ക്വാളിറ്റീസ് ദാറ്റ് ക്യാരക്ടറൈസ്റ്റിക്സ് ഓർ മാർക്ക് എ പ്രൊഫഷൻ ഓർ എ പ്രൊഫഷണൽ പേഴ്സൺ അല്ലെ. എന്തെങ്കിലും ക്വാളിറ്റീസ് ആവാം, അല്ലെങ്കിൽ അവരുടെ എയിം ആവാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോണ്ടക്ട് ആവാം. അത് ദാറ്റ് ക്യാരക്ടറൈസ്റ്റിക്സ് ഓർ മാർക്ക് എ പ്രൊഫഷൻ ഓർ എ പ്രൊഫഷണൽ പേഴ്സൺ. Then a profession requires specialized knowledge and often long and intensive academic preparation. അല്ലെ, നമുക്കൊരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞാൽ അത് 1-2 ദിവസം കൊണ്ട് ആയിത്തീരുന്നതല്ല അല്ലെ. That requires a specialized knowledge and skill അല്ലെ. അതാണ് നമ്മുടെ ഈ പ്രൊഫഷണലിസം എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ കമ്മിങ് ടു ദ ആട്രിബ്യൂട്ട്സ് ഓഫ് പ്രൊഫഷണലിസം. നമ്മൾ പ്രൊഫഷണലിസം എന്താണെന്നുള്ളത് പറഞ്ഞു. എന്താ പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് റിക്വയർസ് എ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് പ്രിപ്പറേഷൻ ഉണ്ടാവുമ്പോൾ മാത്രമാണ് എന്തായി മാറുക? അതൊരു പ്രൊഫഷണലിസം ആയി മാറുക അല്ലെ. അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായി മാറുക. ആ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ പ്രൊഫഷണലിസം എന്നുള്ള ആ ഒരു ആസ്പെക്ട്സിനെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്ന
സം ഓഫ് ദ ഇമ്പോർട്ടന്റ് വേരിയബിൾസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താ, സ്പെഷ്യലൈസ്ഡ് നോളജ്. അതായത് പ്രൊഫഷണൽസിന് എന്തുണ്ടായിരിക്കണം, സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടാവണം. ദെൻ ഹി ഷുഡ് ഹാവ് സം കോമ്പിറ്റൻസി. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ, പഠിക്കുവാൻ എല്ലാവർക്കും പറ്റും അല്ലെ, പക്ഷെ ആ പഠിച്ച ആ ഒരു പ്രൊഫഷൻ കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്, ആ ഒരു പ്രൊഫഷനിൽ നമുക്കൊരു ജോലി കിട്ടുമ്പോഴാണ്. സോ ഹി ഷുഡ് ഹാവ് സം കോമ്പിറ്റൻസി. ദെൻ പ്രൊഫഷണൽസ് എപ്പോഴും അവരുടെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ, അതാണ് എന്ത്, ഹോണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി. സിമിലർലി ഹി ഷുഡ് ബി അക്കൗണ്ടബിൾ ടു ദ സൊസൈറ്റി. ദെൻ ഹി ഷുഡ് ഹാവ് സം സെൽഫ് റെഗുലേഷൻ. അയാളെ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാന് അല്ലെങ്കിൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസസ് ഒന്നും ചെയ്യാതെ എല്ലാം എത്തിക്കലായിട്ട് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ള ഒരു ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം അല്ലെ. ദീസ് ആർ സം ഓഫ് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് what professionalism. Then now we are going to explain various characteristics of professionalism. എന്തൊക്കെയായിരിക്കാം some of the important characteristics of professionalism? He should have some professional appearance അല്ലെ. professional appearance എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ലുക്കിൽ അല്ലെ. that means professionals should always strive for a professional appearance including appropriate attire and proper hygiene and grooming. Clothing should always be clean and ironed properly. Then pants, dresses and leather shoes are all appropriate for a professional. Then reliable. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, പ്രൊഫഷനിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ആൾക്കാർ he should be always honest അല്ലെ, അതാണ് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, റിലയബിൾ, വിശ്വസിക്കാൻ പറ്റുക. Then ethical behavior. എന്താണ്, ഫേവറബിൾ ആയിട്ട് നമ്മൾ ഒരിക്കലും എത്തിക്സ് നോക്കാതെ അല്ലെങ്കിൽ ഒരു കറക്റ്റ് റൂൾസും റെഗുലേഷൻസും ഒന്നും നോക്കാതെ എന്താണ് അൺഫേവറബിൾ ആയിട്ട് ചെയ്യരുത്. എപ്പോഴും എത്തിക്കൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കണം പ്രൊഫഷണലിസ്റ്റ് കാണിക്കേണ്ടത്. ദെൻ അവർക്ക് ഒരു പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടാവണം. ദെൻ ഹി ഷുഡ് ബി അക്കൗണ്ടബിൾ. ദെൻ ഹി ഷുഡ് ഹാവ് സം അല്ലെങ്കിൽ പ്രൊഫഷണൽ ഷുഡ് ഹാവ് സം പ്രൊഫഷണൽ ലാംഗ്വേജ്. ദെൻ അവരുടെ പേഴ്സണൽ തിങ്സും പ്രൊഫഷണൽ തിങ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. Then he should have some positive attitude. Then the professional should have some emotional control. Then he should have the ability for effective time management. Then professional should be focused. Then he should have respect to others. Then he should have some good communication skills. Then possess soft skills also. These are all the important characteristics of a professional അല്ലെങ്കിൽ professionalism. So ഈ ആട്രിബ്യൂട്ട്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആട്രിബ്യൂട്ട്സിലുള്ള ആസ്പെക്ട്സ് തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക്സിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷണലിസം. എന്തൊക്കെയാണ്, ഒരു പ്രൊഫഷനിലുള്ള ആള് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ഫോളോ ചെയ്യുന്ന ആള് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പോസസ് ചെയ്യേണ്ടത്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഹി ഷുഡ് ഹാവ് സം പ്രൊഫഷണൽ അപ്പിയറൻസ് ഉണ്ടാവണം. ദെൻ ഹി ഷുഡ് ബി റിലയബിൾ. ദെൻ ഹി ഷുഡ് ഫോളോ സം എത്തിക്കൽ ബിഹേവിയർ. Then he should have some professional code of ethics. Then he should be accountable. Then avarku oru professional knowledge undava. Then he should separate his personal aspects with the professional aspects. Then avarku oru positive attitude kanikkanam. Then അവർ ഒരു ഇമോഷണൽ കൺട്രോൾ ഉള്ള ആളായിരിക്കണം. Then proper ആയിട്ട് ഒരു ടൈം മാനേജ്മെന്റ് പോസിബിൾ ആണ്. Focused, respect to others, and he should have some good communication ability. Then possess soft skills. Okay. Now, coming to the professionalism in communication. Communication എന്ന് പറഞ്ഞാൽ എന്താ? Communication എന്ന് പറഞ്ഞാൽ എന്താ? ആശയവിനിമയം നടത്തുക അല്ലേ? So, ആ ഒരു communication aspects how it is affected in professionalism. അതാണ് നമ്മൾ ഇനി explain ചെയ്യാൻ പോകുന്നത്. The term professional communication refers to the various forms of speaking, listening, writing, and responding carried out both in and beyond the workplace, whether in person or electronically. So professional communication എന്ന് പറയുന്നത് അത് എന്തൊക്കെയാവാം, വേരിയസ് ഫോംസ് ആണ്. എന്തൊക്കെയാവാം, സ്പീക്കിംഗ് ആവാം, ലിസണിങ് ആവാം, ചിലപ്പോൾ റൈറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതിനുള്ള റെസ്പോൺസ് ആവാം. എന്താണ്, ബോത്ത് ആൻഡ് ഇൻ ബിയോണ്ട് ദ വർക്ക് പ്ലേസ്. അതായത് എങ്ങനെയൊക്കെയാവാം, വെദർ ഇൻ പേഴ്സൺ ഓർ ഇലക്ട്രോണിക്കലി. നമ്മൾ വേറൊരാളോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മറ്റുള്ള ഒരാൾ പറയുന്നത് ഹിയർ ചെയ്യുക അല്ലെങ്കിൽ ലിസൺ ചെയ്യുക. ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് പേഴ്സൺ. സപ്പോസ് വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഇലക്ട്രോണിക് മീഡിയാസ്, ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോണിക്കലി. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
From meetings and presentations to memos and emails to marketing materials and annual reports in business communication, it is essential to take a professional, formal, civil tone to make the best impression on your audience, whether its members be your colleagues, supervisors or customers. അപ്പോൾ ഈ ഒരു പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു സെന്റർ ആണെങ്കിൽ ആ സെന്റർ നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ദാറ്റ് ഷുഡ് ബി സെൻഡ് ടു ദ റിസീവർ ഇൻ എ ഫോർമൽ മാനർ അല്ലെങ്കിൽ ഗുഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ നല്ലൊരു ഫോർമൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലുക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ ടച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് professionalism in communication കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay. Now coming to verbal communication. Verbal communication എന്ന് പറഞ്ഞാൽ എന്താണ്? Actually രണ്ട് രീതിയിലുള്ള communications ഉണ്ടാവാം, verbal-ഉം non-verbal-ഉം. Verbal communication എന്ന് പറഞ്ഞാൽ എന്താണ്? It is a type of oral communication wherein the message is transmitted through the spoken words. നമ്മള് വേറൊരാളോട് എന്തെങ്കിലും ഒരു ആസ്പെക്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ത്രൂ ദ നമ്മൾ എന്താ പറയാ അവരോട് വാക്കാലെ അല്ലെങ്കിൽ നമ്മൾ ഓറലെ ആണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് ടേംഡ് ആസ് എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വേറൊരാളോട് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ അവരോട് നമ്മൾ ഒരു ത്രൂ ദ സ്പോക്കൺ വേർഡ്സ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് ടേംഡ് ആസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. Here the sender gives words to his feelings, thoughts, ideas and opinions and express them in the form of speeches, discussions, presentations and conversations. Okay. So here ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു presentation through the PowerPoint presentation കൂടെ ക്ലാസ് എടുക്കുകയാണ് അല്ലേ. So this is termed as verbal communication. Okay. Verbal communication എന്ന് പറഞ്ഞാൽ എന്താണ്? Oral communication ആണ്. Here the message is transmitted through spoken words. Then പിന്നെ ഈ verbal communications എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? Here the sender gives, sender എന്ന് പറയുന്നത് എന്താ? മെസ്സേജ് അയക്കുന്ന ആള്. Sender gives words to his feelings. Feelings ആവാം, അദ്ദേഹത്തിന്റെ തോട്ട്സ് ആവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ഐഡിയാസ് ആവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻസ് ആവാം, and expresses them in the form. ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? In the form of speeches. സംസാരത്തിൽ അല്ലെങ്കിൽ സ്പീച്ചസ് ആവാം, ഡിസ്കഷൻസ് ആവാം, പ്രസന്റേഷൻസ് ആവാം, അല്ലെങ്കിൽ കോൺവെർസേഷൻസ് ആവാം. ഓക്കെ. So that is about verbal communication. Okay, now coming to the professional presentation. Professional presentation എന്നുള്ള ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് presentation. നമ്മൾ പറഞ്ഞു communication may be either through a presentation അല്ലെ. ഇപ്പോ നമ്മുടെ ഈ ഒരു സബ്ജക്ട് that is professional business skills എന്നുള്ള ആ ഒരു സബ്ജക്ട് അത് ഇപ്പോ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത് എങ്ങനെയാണ്? Through a presentation അല്ലെ. Through ഒരു മൈക്രോസോഫ്റ്റ് PowerPoint presentation കൂടിയാണ് നിങ്ങളുടെ ആ ഒരു സബ്ജക്ട് ഞാൻ ക്ലാസ് എടുത്തു തരുന്നത് അല്ലേ. സോ when it comes to effective presentation, there are basically 3 breeds of presenters that you may came across. നമ്മളിപ്പോ ഒരു presentation നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു while conducting a presentation നമുക്ക് 3 രീതിയിലുള്ള presenters-നെ കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ആസ്പെക്ട്സിൽ പറയുന്നത്. ആ 3 രീതിയിലുള്ള presenters അല്ലെങ്കിൽ ആ 3 രീതിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ present ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ ആയിരിക്കാം? ഒന്നെന്ന് പറഞ്ഞാൽ the purebred, second one is the designer and the third is the mutt. What do you mean by the purebred? അല്ലെ, ഫസ്റ്റ് വൺ purebred ആണ്. purebred എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ എന്താന്ന് വെച്ചാല് ഇവര് ഈ ഒരു purebred presenters അവരെ പറ്റിയിട്ട് കൂടുതൽ കോൺഷ്യസ് ആയിരിക്കും. അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നല്ല കാര്യങ്ങളും നല്ല നോളജും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരെന്താണ് അത് മൊത്തം യൂട്ടിലൈസ് ചെയ്യില്ല. ഓക്കെ. സോ അവർക്ക് ഒരു ചിന്ത എന്താന്ന് വെച്ചാല് അവര് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഓഡിയൻസ് ചിലപ്പോൾ അവരോട് റെസ്പോണ്ട് ചെയ്തിട്ട് എന്താണ് അതിന്റെ സർ ഉദ്ദേശിച്ചത് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താന്നുള്ള കൂടുതലായിട്ട് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരും എന്നുള്ള ആ ഒരു ആസ്പെക്റ്റില് പ്രസന്റേഷൻസ് നടത്തുന്ന ആൾക്കാരാണ് എന്ത്? ദ പ്യൂർബ്രെഡ്. ഓക്കെ. സോ ഈ ഒരു കേസിൽ എന്ന് പറയുന്നത് ഈ ആഫ്റ്റർ ദാറ്റ് പ്യൂർബ്രെഡ് പ്രസന്റേഴ്സിന്റെ പ്രസന്റേഷൻ എന്താണ്? ദ ഓഡിയൻസ് വിൽ റിമെമ്പർ ദ പ്രസന്റർ ബട്ട് നോട്ട് ദ പ്രസന്റേഷൻ. ആ പ്രസന്റ് ചെയ്ത ആളെ പറ്റിയിട്ട് ആ ഓഡിയൻസിന്റെ മൈൻഡിൽ നല്ല ഒരു ഇമേജ് ഉണ്ടാവും. കാരണം ബിക്കോസ് ഓഫ് ഹിസ് നോളജ് ആൻഡ് ബിക്കോസ് ഓഫ് ഹിസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് he should have some
എന്താ പറയാ നല്ല ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു പ്രസന്ററിനെ പറ്റിയിട്ട് ആ ഒരു പ്രസന്റേഷനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ അത് പ്രസന്റ് ചെയ്ത ആളെ പറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. പക്ഷെ അയാൾ എന്താ പ്രസന്റ് ചെയ്തത് അല്ല എന്താ അദ്ദേഹം പറഞ്ഞതെന്ന് ഒരിക്കലും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റൂല. ദാറ്റ് ടൈപ്പ് ഓഫ് പ്രസന്റേജ് ഇസ് നോൺ ആസ് പ്യുവർ ബ്രെഡ്. ഓക്കെ. രണ്ടാമത്തെ കാറ്റഗറി ആണ് എന്ത്? ദ ഡിസൈനർ അല്ലെങ്കിൽ ഡിസൈനർ ഡോഗ്. ഈ ഡിസൈനർ ഡോഗിനകത്തുള്ള കേസ് എന്താന്ന് വെച്ചാല് ഈ പ്രസന്റർ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇവര് ഒരുപാട് എന്താ പറയാ ഒരു പ്രസന്റേഷന്റെ എന്താ പറയാ പ്രസന്റേഷന്റെ മെറ്റീരിയൽ ഇല്ലേ, ആ പ്രസന്റേഷന്റെ മെറ്റീരിയൽസിലാണ് ഇവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതായത് ആ മെറ്റീരിയൽ ഇതാക്കാൻ വേണ്ടിയിട്ട്, അതായത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി. സച്ച് ഇൻഡിവിജ്വൽസ് ഇൻവെസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം ഇൻ പ്രിപ്പയറിംഗ് ദ പെർഫെക്റ്റ് പ്രസന്റേഷൻ. അതായത് ഈ ഒരു പ്രസന്റേഷന് കറക്റ്റ് ആയിട്ട് ആനിമേഷൻസ് കൊടുക്കുക, കുറച്ചുകൂടി ഗ്രാഫിക്സ് ഒക്കെ ആഡ് ചെയ്യുക, ദെൻ നല്ലൊരു കളേഴ്സ് ഒക്കെ കൊടുക്കുക, പിന്നെ ഈ ഇതിനകത്ത് കുറച്ചുകൂടി പാറ്റേൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രസന്റേഷൻ മാറ്റേഴ്സ് അടിപൊളിയാക്കാനാണ് ഈ ഡിസൈനർ ഡോഗ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എഫേർട്ട് കൊടുക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ ദ പ്രസന്റേഷൻ ഓർ ദ എൻഡ് ഓഫ് ദ പ്രസന്റേഷൻ ഇത് പ്രസന്റ് ചെയ്ത ആളെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്താണ് ആ പ്രസന്റ് ചെയ്ത ആള് അല്ലെങ്കിൽ ആ പ്രസന്ററിനെ പറ്റിയിട്ട് ആ ഓഡിയൻസിന് വലിയ ചിന്ത കാണില്ല. പക്ഷെ ആ പ്രസന്റ് ചെയ്ത മെറ്റീരിയൽസ് ഇല്ലേ, ആ ഒരു പ്രസന്റേഷനെ പറ്റിയിട്ട് ആൾക്കാർ എപ്പോഴും ഓർത്തിരിക്കും. ഓക്കെ. ദാറ്റ് ഈസ് ടേംഡ് ആസ് ദ ഡിസൈനർ ഡോഗ്. ദെൻ ലാസ്റ്റ് വൺ ദ മഡ്. എന്താണ് ദ മഡ് എന്ന് പറഞ്ഞാല്? A mutt does not have preconceived notions and believes that both the presenter and presentation are equally important. Okay. ഈ മട്ട് എന്നുള്ള കേസില് both the presentation and the presenter have important role. ഇവര് ചിന്തിക്കുന്ന എന്താന്ന് വെച്ചാൽ ഒരിക്കലും പ്രസന്റേഷൻ മാത്രമല്ല അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല ഇമ്പോർട്ടൻസ്, രണ്ട് കാര്യവും ഈക്വലി ഇമ്പോർട്ടൻസ് ആണ്. അതായത് നമുക്കറിയാം ഇപ്പൊ നമ്മുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രസന്റേഷൻ പൂർണ്ണമായിട്ട് സക്സസ് ആവണമെങ്കിൽ എന്താണ്, നമ്മൾ അത് ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. നമ്മുടെ പ്രസന്റേഷൻ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം, അല്ലെ? അങ്ങനെ ആവുമ്പോൾ മാത്രമേ ഉള്ളൂ ആ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുക. അതാണ് ഈ മട്ട് എന്നുള്ള കാറ്റഗറിയിലുള്ള പ്രസന്റേഴ്സ് തിങ്ക് ചെയ്യുന്നത്. ഓക്കെ. സോ therefore they focus on what they will show, what they will speak. Okay. അവരെന്താണ് ഇവിടെ ത്രൂ ദ പ്രസന്റേഷൻ കാണിക്കാൻ പോകുന്നത്, അവരെന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിൽ അവർ കൂടുതലും ഫോക്കസ്ഡ് ആയിരിക്കും. ഓക്കെ. Their presentation can be diverse, different, colorful, striking and unexpected. Okay. That is about the three breeds of presenters in professional presentation. Which are they? The purebred, the designer dog and the mutt. Purebred എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർ അത് യൂട്ടിലൈസ് ചെയ്യില്ല. മീൻസ് യൂട്ടിലൈസ് ചെയ്യില്ല എന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ പ്രസന്റേഷനിൽ അത് കൊണ്ടുവരില്ല. ദാറ്റ്സ് വൈ എന്താണ് at the end of the presentation the audience have a good image about the presenter but not about the presentation. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഡിസൈനർ ഡോഗ്. They should have good communication skills or they should have not enough presentation skills to the audience, but they try to make their presentation more attractive. അവരുടെ presentation material കൂടുതൽ attractive ആവാനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ at the end of the presentation the audience have clear image about the presentation material but not about the presenter. Then third category എന്ന് പറയുന്നത് the mutt ആണ്. The mutt എന്ന് ഉദ്ദേശിക്കുന്നത് both the aspects. That here it gives focus on both the presenter and the presentation. Okay. എന്താണ്? This is about the professional presentation. Now, different presentation postures. നമ്മളിപ്പോ presentation എന്താണ്, three breeds of presenters എന്താന്ന് പഠിച്ചു. ഇനി presentation സമയത്ത് ഉണ്ടാവുന്ന postures എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ പല ആക്ഷനുകൾ അല്ലെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? postures എന്ന് പറയുന്നത്. അതായത് it is important to remember that a great presentation is about much more than just content. Body language can make all the difference between a dull, static presentation and a dynamic, engaging one. Of course, body language has many different elements, and so we have broken it down into 5 categories. എന്തൊക്കെയാണ്? നമുക്കറിയാം ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ വായിച്ചു പോവുക അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇങ്ങനെ റീഡ് ചെയ്ത് പോയാൽ ഒരിക്കലും നമുക്കൊരു ഗുഡ് പ്രസന്റേഷൻ ആക്കാൻ പറ്റൂല, അല്ലെ? നമ്മളിപ്പോ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വൈൽ ഒരു ടീച്ചർ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചർ വെറുതെ അവിടെ നിന്നിട്ട് ബുക്ക് ഇങ്ങനെ വായിച്ചു പോയാൽ അതിനൊരു ഇന്ററാക്ഷൻ ഉണ്ടാവില്ല, അല്ലെ?
അപ്പൊ ടീച്ചറിന് എന്ത് വേണം, ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ മുന്നിൽ നല്ലൊരു ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ടീച്ചറിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എല്ലാ കുട്ടികളെയും കൺസിഡർ ചെയ്യുന്നതായിരിക്കണം, അല്ലെങ്കിൽ ടീച്ചർ ഹാവ് ഷുഡ് ഗുഡ് ഐ കോണ്ടാക്ട് വിത്ത് സ്റ്റുഡൻസ്. ദെൻ അവരുടെ പോസ്റ്റേഴ്സ്, ജെസ്റ്റേഴ്സ്. ദെൻ ടീച്ചർ ഒരു സ്ഥലത്ത് തന്നെ എണീറ്റ് നിന്നിട്ട് ക്ലാസ് എടുത്താൽ അത് പെർഫെക്റ്റ് ആവില്ല. ടീച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് അല്ലെങ്കിൽ കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് ക്ലാസ് എടുക്കുമ്പോഴല്ലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ദീസ് ആർ സം ഓഫ് ദ പോസ്റ്റേഴ്സ് that need to make a presentation attractive. Okay, that is about different presentation posters. Now coming to written communication. നമ്മൾ നേരത്തെ വെർബൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. എന്താ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ്? ബൈ വേർഡ് ഓഫ് മൗത്ത് അല്ലെ? നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് ആണ് ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത്. പക്ഷെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? when we are communicating with the written words, figures അല്ലെങ്കിൽ images, അപ്പോഴാണ് എന്താവുക? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആവുക. So written communication has a wider reach than oral communication. ഈ ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഓറൽ കമ്മ്യൂണിക്കേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷന് വൈഡർ റീച്ച് ഉണ്ട്, ഒരുപാട് കുറച്ചും കൂടി ദൂരെ വ്യാപ്തി ഉണ്ട്. ദെൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് അല്ലെ? നമുക്കറിയാം, ഇപ്പം നമ്മൾ ഒരാളോട് വാക്കാലെ പറയുന്നതിനേക്കാളും നമ്മൾ അതൊരു എഴുതിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് മേ ബി കെപ്റ്റ് ആസ് എ പ്രൂഫ് അല്ലെ? അതാണ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് വൺ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി കെയർഫുള്ളി പ്ലാൻഡ്. നമുക്ക് ഇപ്പൊ ഇതിന് പ്രൂഫ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അത് പ്ലാൻ ചെയ്തായിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ റിട്ടൺ നമ്മൾ എഴുതിയിട്ടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അതിനകത്ത് ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ടിൽ നമുക്ക് തോന്നുന്നത് പറഞ്ഞു അല്ലെ? പക്ഷെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതണം അല്ലെങ്കിൽ എന്ത് പറയണം എന്നുള്ളത് വി ആർ വെരി carefully planned about the matter. That is about written communication can be carefully planned. Then written communication can be reproduced exactly അല്ലെ? നമ്മളിപ്പോ എഴുതിയ കാര്യങ്ങൾ വേണമെങ്കിൽ റിറൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഓൾട്ടറേഷൻസ് വരുത്തിയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. Then authority is better asserted in written communication. ഇപ്പൊ ഞാനാണ് എഴുതിയത് അല്ലെങ്കിൽ വേറൊരാള് ആണ് എഴുതിയത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആ ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അതോറിറ്റി എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് ത്രൂ ദ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് പോസിബിൾ ടു ഗെറ്റ്. ഓക്കെ, സോ ദീസ് ആർ അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ദെൻ ഇമെയിൽ. ഇമെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് മെയിൽ. ഇലക്ട്രോണിക് മെയിൽ എന്താണെന്നുള്ള അറിയാത്ത ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ വളരെ കുറവായിരിക്കും അല്ലെ? ഇന്നത്തെ ജനറേഷനിൽ നമുക്ക് അറിയാം, ഇമെയിൽ ഒന്നും അയക്കാത്തതായിട്ട് ആരും കാണില്ല. ഇലക്ട്രോണിക് മെയിൽ എന്ന് പറഞ്ഞാൽ മറ്റേ സാധാരണ നമ്മൾ ലെറ്റർ അയക്കുന്നതും ഇലക്ട്രോണിക് മെയിലും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താ? അതെ, നമ്മൾ ഇപ്പൊ ഒരു ലെറ്റർ എഴുതി അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുത്ത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് സ്റ്റാമ്പ് എല്ലാം ഒട്ടിച്ചത് അത് അയച്ച് അത് ആ പോസ്റ്റ് ഓഫീസ് അയച്ച ആൾ അതായത് റിസീവർ എവിടെയാണോ ഉള്ളത് അവരുടെ സ്ഥലത്ത് എത്തിയിട്ട് അവര് അത് കൈപ്പറ്റുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് പൂർണ്ണമാവുന്നത് അല്ലെ? നമ്മൾ ലെറ്റർ ഒക്കെ അല്ലാതെ അയക്കുകയാണെങ്കിൽ. പക്ഷേ ത്രൂ ദ ഇലക്ട്രോണിക് മീഡിയ നമ്മൾ ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട് എന്താ? നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സ് സെൻഡറിന് റിസീവറിന്റെ അടുത്തേക്ക് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാൻ പറ്റും അല്ലെ? സോ ഇന്നത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അയക്കുന്നത് ഇമെയിൽസ് ആണ്. വിത്തിൻ സെക്കൻഡ്സ് ആ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ക്യാൻ ബി പാസ് ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ അല്ലെ? രണ്ടുപേർക്കും ഇമെയിൽ ഐ ഡി വേണം എന്നുള്ള ഒരൊറ്റ ആസ്പെക്റ്റേ ഉള്ളൂ. ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എന്താണ് മെയിൽസ് സെൻഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഇമെയിൽ എന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന് ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടി വരില്ല എന്ന് എനിക്കറിയാം. എന്നാൽ അത് എന്താണെന്നൊന്ന് വായിച്ചു പറഞ്ഞുതരാം. Emails are a form of computer mediated communication in the form of mails, which are letters written on computers that are sent over internet to one or many recipients. Therefore, like any other forms of communication, emails do have their standard protocols or etiquette. That means നമുക്കറിയാം ഇമെയിൽ അയക്കുമ്പോൾ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ അയക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു നേരത്തെ, രണ്ടുപേർക്കും അതായത് സെൻഡറിനും റിസീവറിനും ഇമെയിൽ ഐ ഡി വേണം. അതേപോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് നമ്മൾ അയച്ചത് മറ്റേ ആൾക്കാർക്ക് കിട്ടുകയും ചെയ്യുക, അവർക്ക് അതേസമയം അത് ആക്സസ് ചെയ്യാനും പറ്റുള്ളൂ. അതേപോലെ നമ്മളിപ്പം അല്ലാത്ത സമയത്താണെങ്കിൽ ഒരു ഫോർമൽ വേയിൽ നമ്മൾ ലെറ്റർ എഴുതി അത് പോസ്റ്റിൽ ചെയ്യുക. അപ്പൊ ഒരുപാട് പേർക്ക് വേണമെങ്കിൽ പല ആൾക്കാരുടെയും ഈ പോസ്റ്റൽ അഡ്രസ്സ് എഴുതി നമ്മൾ ഓരോരുത്തർക്കും കോപ്പി എടുത്തിട്ട് അത് അയച്ച് അവരുടെ കയ്യിലൊക്കെ എത്തിക്കണം. പക്ഷേ ത്രൂ ദ ഇമെയിൽ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഇമെയിൽസ്
ഒരേ സമയം സെൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഒരൊറ്റ മാറ്റർ ടൈപ്പ് ചെയ്താൽ മതി, ബാക്കി നമുക്ക് ഒരേ ടൈമിൽ പല ആൾക്കാർക്കും അയക്കാൻ പറ്റും അല്ലെ. അതൊക്കെയാണ് എന്ത് ഇമെയിൽസിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഇമെയിൽ ഇൻ ബിസിനസ്. ഈ ബിസിനസ് സംരംഭകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഈ ഇമെയിൽ കൊണ്ടുള്ള സിഗ്നിഫിക്കൻസ് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇമെയിൽ ഈസ് എ വൈഡ്ലി യൂസ്ഡ് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോർ ബിസിനസ് ആണ്. ദെൻ രണ്ടാമത്തത് എന്താണ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. ഏത് രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ആണെങ്കിലും നമുക്ക് ഇമെയിൽസ് യൂസ് ചെയ്യാം. പിന്നെ used to access any kind of public application on the internet such as social media, websites, etc. Then it used to verify people when they subscribe to the newsletter or want to be downloaded ebooks. Then email communication is used by businesses to promote products and services. Like ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യണമെങ്കിലും ത്രൂ ദ ഇന്റർനെറ്റ് ഓർ ഇലക്ട്രോണിക് മെയിൽ ഇറ്റ് ഈസ് പോസിബിൾ. Then email is helpful to manage communication in the business network. Then through the emails, it helps to share and the collaboration can be done through email. Then notification and important updates are informed by business to its customers. Then emails are the prime operators for online stores and internet marketing companies. Then email marketing is one of the popular digital marketing practices for business. Then private and recorded communication is possible through email. So these are the some of the important significance of email in business. Okay. ഇതിന് ഇനി എക്സ്പ്ലനേഷൻ വേണ്ട എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഇമെയിൽ എന്താണ്, ഇമെയിലിന്റെ സിഗ്നിഫിക്കൻസ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമെയിൽ എറ്റിക്വറ്റ് ആണ്. ഇമെയിൽ എറ്റിക്വറ്റിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ഇമെയിൽ അയക്കുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട സം ഓഫ് ദ ഗുഡ് മാനേഴ്സ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമെയിൽ എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ദ കോഡ് ഓഫ് കണ്ടക്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇമെയിൽ അയക്കുമ്പോൾ പാലിക്കേണ്ട കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ പ്രോട്ടോകോൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എറ്റിക്വറ്റ് എന്നുള്ള ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് വലിയ എന്താ ആസ്പെക്ട് ആയി തോന്നും, പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മളൊരു ഇമെയിൽ അയക്കുമ്പോൾ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ഓർക്കേണ്ട സം ഓഫ് ദ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഗുഡ് മാനേഴ്സ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റിനെയാണ് നമ്മൾ എറ്റിക്വറ്റ് എന്നുള്ള ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Code of conduct associated with email communication sent over the internet. Mail communication has pervaded our personal and professional lives and has become a tool to initiate, develop, nurture and sustain relationships. Therefore, it is important to know the do's and don'ts of emails etiquette. നമ്മളൊരു ഇമെയിൽ അയക്കുന്ന സമയത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. Just as a letter, the structure of email is also fairly consistent and includes the following components. നമുക്കറിയാം, നമ്മൾ സാധാരണ ഒരു ലെറ്റർ അയക്കുന്ന സമയത്ത് നമുക്ക് അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട് അല്ലെ. ഫ്രം വേണം, ടു വേണം അഡ്രസ്, പിന്നെ സബ്ജക്റ്റ് വേണം, ദെൻ റെഫറൻസ് വേണം, ദെൻ സാല്യൂട്ടേഷൻ വേണം, ദെൻ ബോഡി ഓഫ് ദ ലെറ്റർ ഉണ്ടായിരിക്കണം, പിന്നെ നമ്മൾ ലാസ്റ്റ് പാർട്ട്. അതേപോലെ while sending emails or electronic mails through internet നമ്മൾ കുറച്ച് പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട്സ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. ആ കോഡ് ഓഫ് കണ്ടക്ട്സ് എന്തൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ടേംസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ് ഈ ഒരു ഇമെയിൽ എറ്റിക്വറ്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരു ഫ്രം ഉണ്ടാവാം, ടു ഉണ്ടാവാം, CC, BCC, തന്നെ ഒരു സബ്ജക്റ്റ് ഉണ്ടാവാം, സാല്യൂട്ടേഷൻ ഉണ്ടായിരിക്കാം, ബോഡി ഉണ്ടായിരിക്കാം, ക്ലോസിംഗ് വാലിഡേഷൻ ഉണ്ടാവാം, സിഗ്നേച്ചർ ഉണ്ടാവണം. ദെൻ പിന്നെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് മെയിലിൽ അയക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഫയൽസ് ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരേ മെയിൽ തന്നെ ഒരുപാട് പേർക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. ദെൻ അവിടെ തന്നെ റിപ്ലൈ കൊടുക്കാൻ പറ്റും അല്ലെ. ഇതെല്ലാം നമുക്ക് എന്ത് കൂടെ പോസിബിൾ ആണ്, ഇമെയിലിലൂടെ പോസിബിൾ ആണ്. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമെയിൽ എറ്റിക്വറ്റ്. ഇമെയിൽ എറ്റിക്വറ്റ് എന്നുള്ള ടേം കൊണ്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട. ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് കോഡ് ഓഫ് കണ്ടക്ട് ഓർ പ്രോട്ടോകോൾസ് ഓർ പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് വിത്ത് ഇമെയിൽസ്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമെയിൽ എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. Now coming to the next term, that is documentation. എന്താണ് documentation എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയില്ലേ ചില കാര്യങ്ങളൊക്കെ that is termed as a documentary evidence. അതൊരു documentary evidence ആണ്, അല്ലെങ്കിൽ ആ ഒരു കേസിൽ അതൊരു documentary evidence ആണെന്നൊക്കെ പറയില്ല. അതേ കാര്യം തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Documentation എന്ന് പറഞ്ഞാൽ it serves as a permanent record of information and care. Documentation is defined as written evidence. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം
റിട്ടൺ ആയിട്ടുള്ള ഒരു പ്രൂഫാണ് എന്ത്, അല്ലെങ്കിൽ റിട്ടൺ പ്രൂഫാണ് എന്ത്, ഡോക്യുമെന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക അല്ലെ. That is termed as documentation. Documentation is defined as written evidence, the interaction between and among the organizational members. A good practice in managing terminations is to maintain written communication so that employers can demonstrate just cause when terminating an employee. ഇത് എന്താ പറയുന്നതെന്ന് വെച്ചാല്, സപ്പോസ് ഒരു ഓർഗനൈസേഷന് ഒരു എംപ്ലോയിനെ പിരിച്ചു വിടുകയാണെന്ന് വിചാരിച്ചു. അപ്പോ എംപ്ലോയിനെ പിരിച്ചു വിടുന്ന സമയത്ത് ആ എംപ്ലോയർ, അതായത് ആ ഓർഗനൈസേഷൻ ഒരു കത്തായിട്ട് എഴുതി കൊടുക്കുക, അതായത് റിട്ടൺ ആയിട്ട് എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ആ എംപ്ലോയിനെ പിരിച്ചു വിടുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് എഴുതി ഒരു പ്രൂഫ് ആക്കിയിട്ട് ആ എംപ്ലോയിക്ക് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ടേംഡ് ആസ് എ റിട്ടൺ എവിഡൻസ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് എന്തുകൊണ്ട് ആ എംപ്ലോയിനെ പിരിച്ചു വിടുന്നു എന്നുള്ളത് ഒരു പ്രൂഫ്, അല്ലെങ്കിൽ അതിന്റെ റീസൺ, അല്ലെങ്കിൽ അതിന്റെ കോസ് ക്ലിയർ ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ദാറ്റ് ഈസ് ടേംഡ് ആസ് ഡോക്യുമെന്റേഷൻ. ഓക്കെ, സോ ദ മെത്തേഡ്സ് ഓഫ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡ് എന്തൊക്കെയാവാം? നറേറ്റീവ് ചാർട്ടിംഗ് ആവാം, സോഴ്സ് ഓറിയന്റഡ് ചാർട്ടിംഗ് ആവാം, പൈ ചാർട്ട്സ് ആവാം, ഫോക്കസ് ചാർട്ടിംഗ് ആവാം, then charting by exception ആവാം, computerized documentation ആവാം, കേസ് മാനേജ്മെന്റ് വിത്ത് ക്രിട്ടിക്കൽ പാർട്സ് ആവാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ മൊഡ്യൂളാണ്. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞല്ലോ ഈ സബ്ജക്ട് വളരെ എളുപ്പമാണ്. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത്? എന്താണ് പ്രൊഫഷണലിസം പഠിച്ചു, പ്രൊഫഷണലിസത്തിന്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പഠിച്ചു, പിന്നെ നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷനും റിട്ടൺ കമ്മ്യൂണിക്കേഷനും പഠിച്ചു, ഇമെയിൽസ് എന്താണെന്ന് പഠിച്ചു, ഇമെയിൽ എറ്റിക്വറ്റ് എന്താണെന്ന് പഠിച്ചു, ദെൻ പ്രൊഫഷണലിസം ഇൻ പ്രസന്റേഷൻ എന്താണെന്ന് പഠിച്ചു അല്ലെ, പിന്നെ ഡോക്യുമെന്റേഷൻ എന്താണെന്ന് പഠിച്ചു. അത്രയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളൂ. അതിനകത്തൊന്നും വലിയ ക്ലാരിഫിക്കേഷൻസ് വേണ്ട എന്ന് തോന്നുന്നു. Okay, now we are moving on to the second module, that is e-learning, electronic learning. ഈ ഒരു ലെസൺ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിനും ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. കാരണം നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി റിലേറ്റഡ് മാറ്റേഴ്സ് ഒക്കെ എങ്ങനെയാണോ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, നൗ coming into detail about the second module, that is electronic learning. എന്താണ് ഇലക്ട്രോണിക് ലേണിംഗ് എന്ന് പറയുന്നത്? ലേൺ ചെയ്യുക ത്രൂ ഇലക്ട്രോണിക് മീഡിയ അല്ലെ, പഠിക്കുക ഏത് മീഡിയയിലൂടെ? ത്രൂ ഇലക്ട്രോണിക് മീഡിയ. ദാറ്റ് ഈസ് വാട്ട് യു ആർ ഡൂയിങ് നൗ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോണിക് ലേണിംഗ്. സോ ഇലക്ട്രോണിക് ലേണിംഗ് റെഫേർഡ് ടു ആസ് ഓൺലൈൻ ലേണിംഗ് ഓർ ഇലക്ട്രോണിക് ലേണിംഗ് is the acquisition of knowledge which take place through electronic technologies and media. So through the electronic learning നമ്മൾ ലേണിംഗ് അല്ലെങ്കിൽ നോളജ് എക്വയർ ചെയ്യുന്നത് ഏത് മീഡിയ കൂടിയാണ്? ത്രൂ ഇലക്ട്രോണിക് ടെക്നോളജീസ് ആൻഡ് മീഡിയ. In simple language, electronic learning is defined as learning that is enabled electronically. So in simple language നമുക്ക് ഇലക്ട്രോണിക് ലേണിംഗിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ലേണിംഗ് ദാറ്റ് ഈസ് enabled through electronically. ഓക്കെ, ഇലക്ട്രോണിക്കലി നമ്മൾ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ലേൺ ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ടിപ്പിക്കലി ഇ ലേണിംഗ് ഈസ് കണ്ടക്റ്റഡ് ഓൺ ദ ഇന്റർനെറ്റ് where students can access their learning materials online at any place and any time. Okay, സോ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്താണ് ഇലക്ട്രോണിക് ലേണിംഗിന്റെ? ഒരുപാട് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഇലക്ട്രോണിക് ലേണിംഗിൽ ഉണ്ട്. എങ്കിൽ പോലും ദ മെയിൻ ബെനിഫിറ്റ് എന്താണ്? സ്റ്റുഡൻസിന് എവിടെ ഇരുന്നും അവരുടെ ലേണിംഗ് മെറ്റീരിയൽസിനെ ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഏത് സമയത്ത് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഇ ലേണിംഗ്. നൗ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് ഇ ലേണിംഗ്? മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഓഫ് ഇ ലേണിംഗ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത്, ഇറ്റ് ഹാസ് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി. ദെൻ 24-hour ആക്സസ് ആണ്. ദെൻ അഡാപ്റ്റേഷൻ ടു ദ ലേണിംഗ് പേസ്. നമുക്കറിയാം, നമ്മൾ പണ്ട് കോളേജിലോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയിരുന്ന് പഠിച്ച ഒരു മെത്തേഡ് അല്ല. ഇന്ന് നമ്മൾ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ചെയ്യുന്നതും അല്ലെ. അതാണ് അഡാപ്റ്റേഷൻ ടു ദ ലേണിംഗ് പേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ അൺലിമിറ്റഡ് വിർച്വൽ റിസോഴ്സസ്. നമുക്കിപ്പോ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടൊന്നും മനസ്സിലായില്ല, അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണം എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? കൂടുതൽ ഇൻഫർമേഷൻ, പല വീഡിയോസും അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്തുള്ള പല മെറ്റീരിയൽസും നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ടേംഡ് ആസ് അൺലിമിറ്റഡ് വിർച്വൽ റിസോഴ്സസ്.
പിന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് കണ്ടന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ കോസ്റ്റ് കുറവാണ്, റിഡക്ഷൻ ഓഫ് കോസ്റ്റ്. ദീസ് ആർ ഓൾ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇലക്ട്രോണിക് ലേണിംഗ്. ഇതൊന്നും ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നില്ല. കാരണം ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി, 24 hours access, then adaptation to the learning pace, then unlimited virtual resources, up to date ആയിട്ടുള്ള കണ്ടന്റ്സ് കിട്ടും, then കോസ്റ്റ് കുറവാണ്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതല്ലേ എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ബെനിഫിറ്റ്സ് ഓഫ് ഇ ലേണിംഗ്. ഇനി നമുക്ക് മേജർ ആയിട്ട് നോക്കാനുള്ള എന്താണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിക് ലേണിംഗ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. Now we are moving on to the disadvantages of electronic learning. എന്തൊക്കെയാ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. അതേ പോയിന്റ്സ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഓൺലൈൻ സ്റ്റുഡന്റ് ഫീഡ്ബാക്ക് ഈസ് ലിമിറ്റഡ് ത്രൂ ഇലക്ട്രോണിക് ലേണിംഗ്. ദെൻ ഇലക്ട്രോണിക് ലേണിംഗ് ക്യാൻ കോസ് സോഷ്യൽ ഐസൊലേഷൻ. അല്ലെ, നമ്മള് കോളേജിലോ അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ പോയി ഇന്ററാക്ട് ചെയ്ത് സ്റ്റുഡൻസിന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന പോലെ അല്ല, നമ്മൾ വീട്ടിൽ ഒരു മുറിനകത്ത് ഇരുന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ that will cause some social isolations to the students. അല്ലെ, that is termed as the second point. Third one, e-learning requires strong self-motivation and time management skills. Then fourth one, lack of communication skill development in online students. അതെന്താ അങ്ങനെ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ്, ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളിപ്പോ ടീച്ചർ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ടീച്ചേഴ്സ് ചിലപ്പോൾ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് ആൻസർ പറയും, അല്ലെങ്കിൽ ചില എക്സാമ്പിൾസ് ഒക്കെ നിങ്ങളെ ഭാഗത്തു നിന്നും ടീച്ചേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ. പക്ഷേ ത്രൂ ദ ഓൺലൈൻ മോഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയിൽ കൂടെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ കേൾക്കാന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് തിരിച്ച് അങ്ങോട്ട് പറയാൻ പറ്റില്ല അല്ലെ. ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സിന് കുട്ടികളുടെ റെസ്പോൺസും കിട്ടുന്നില്ല, കുട്ടികൾക്കാണെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് ഇപ്പൊ അപ്പൊ തന്നെ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ലിമിറ്റേഷൻ ഓഫ് ഇലക്ട്രോണിക് ലേണിംഗ് അല്ലെ. Then fifth one എന്താണ്, cheating prevention during online assessment is complicated. Then online instructors tend to focus on theory rather than practice. പിന്നെ then e-learning lacks face-to-face communication. Then e-learning is limited to certain disciplines. Then online learning is inaccessible to the computer illiterate population. And last one, lack of accreditation and quality assurance in online education. These are all the disadvantages of electronic learning. I think there is no need for much explanation to all these variables. All are familiar to you. That is about the disadvantages of electronic learning. Any എന്തൊക്കെയാണ് മേജർ ടെക്നോളജീസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് ലേണിംഗ്? എന്തൊക്കെയാണ് മേജർ ടെക്നോളജീസ് ഈ ഇലക്ട്രോണിക് ലേണിംഗ് അല്ലെങ്കിൽ പോസിബിൾ ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ടൂൾസ് അല്ലെങ്കിൽ ടെക്നോളജീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് മേജർ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങള്? കമ്പ്യൂട്ടേഴ്സ്, ടാബ്സ് അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസസ് അല്ലെ. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എന്താണ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും, ചിലവർ ടാബ്സ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, ചിലവർ അവരുടെ മൊബൈലിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ദെൻ രണ്ടാമത്തത് എന്താണ്? ബ്ലോഗിങ്. മൂന്നാമത്തത് എന്താണ്? വെബ് ക്യാംസ്. വെബ് ക്യാംസ് എന്താണ്? ഫ്രണ്ട് ക്യാമറ അല്ലെ. ഫ്രണ്ട് ക്യാമറ ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഓൺലൈൻ മീൻസ് ക്ലാസ് ഇതുപോലെ റെക്കോർഡഡ് ക്ലാസ് അല്ലാതെ ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണം അവിടെ? വെബ് ക്യാംസ് വേണം, ഇല്ലെങ്കിൽ നമ്മളെ കാണാൻ പറ്റുമോ? ഇല്ല. Then white boards. White boards എന്ന് പറഞ്ഞാൽ എന്താ? എഴുതുക അല്ലെ. Then screen casting. Screen cast എന്ന് പറഞ്ഞാൽ എന്താ? A screencast is a digital recording of computer screen output, also known as video screen capture. Okay. The term screencast compares with the related term screenshot. Okay. Whereas screenshot generates a single picture of a computer screen, a screencast is essentially a movie of the changes over time that the user sees on a computer screen. So these are all the technologies used in electronic learning. Computers, tabs, mobile devices that you all know. Then blogging, then webcams, then whiteboards, screencasting. Blogging എന്ന് പറഞ്ഞാൽ എന്താ? A blog is a discussion of informational site published on the World Wide Web and consisting of discrete entries. നമുക്ക് എന്താ നമ്മുടേതായ കമന്റ്സ് ഒക്കെ എൻട്രി ചെയ്യാൻ പറ്റുന്ന ആ ഒരു എന്താ പറയുക ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ആണ് അല്ലെ. വേൾഡ് വൈഡ് വെബിലുള്ള ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ആണ്. Through the blog channels we can enter our comments etc related. Okay, this is about the major
technologies used in electronic learning. Next one, online education. ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് ലേണിംഗ് എന്താ പറഞ്ഞില്ലേ, അത് തന്നെയാണ് എന്ത് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഓൺലൈൻ എഡ്യൂക്കേഷൻ is a form of education which is delivered and administered using internet. In simple, an educational experience that has no physical boundary allows for students to take part in classes and interact with peers from any location. സോ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പം കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നില്ലേ, സോ ആ ഒരു ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്താണ്? പണ്ടൊക്കെ നമ്മൾ പറയാം, പണ്ട് എന്നല്ല ഒരു 2 years ബാക്ക് നമ്മള് കുട്ടികൾക്ക് ക്ലാസ് എല്ലാവരും സ്കൂളിൽ പോയി അല്ലെങ്കിൽ കോളേജിൽ പോയിട്ടാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു കൊറോണ കേസ് അല്ലെങ്കിൽ കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ സ്കൂൾസും കോളേജസും ഒക്കെ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ആർക്കും പോകാനൊന്നും പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് എല്ലാ അധികം കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ഓൺലൈൻ എഡ്യൂക്കേഷൻ മോഡ്സ് ആണ്. സോ ഇതിപ്പോ നമുക്ക് എവിടെയുള്ള കുട്ടികളായാലും അവര് പല റീജൻസിലുള്ള ആൾക്കാരായിരിക്കും, അവരെല്ലാവർക്കും ഏത് ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും അവർക്ക് എന്താണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും ത്രൂ ഓൺലൈൻ മോഡ്. അതിനാണ് നമ്മൾ എന്താ പറയാ ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ് നോളജ് റിസോഴ്സസ് ഓൺ ഇന്റർനെറ്റ് അല്ലെ. നോളജ് റിസോഴ്സസ് ഓൺ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മളിപ്പോ സപ്പോസ് നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണം, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ആ ടോപ്പിക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആവും അല്ലെ. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള PDF ഫയൽസ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻസ്, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കമന്റ്സ് എല്ലാം നമുക്ക് ഗൂഗിളിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതേ കാര്യം തന്നെയാണ് ഈ നോളജ് റിസോഴ്സസ് ഓൺ ഇന്റർനെറ്റിൽ പറയുന്നത്. അതായത് എന്താണ്? The use of knowledge resources and libraries is at the center of the learning experience in traditional and online universities. In technology-enhanced learning methods, prescriptors, that is professors, tutors, librarians, and others, can easily link knowledge assets with every single learning unit, creating specific knowledge libraries bound to specific subject curriculums. Okay. The term digital knowledge resources is used in a wider perspective to include all the sources of where the information is available in electronic formats and accessible with the help of computers. ഈ എല്ലാ ഇൻഫർമേഷനും ഇലക്ട്രോണിക് ഫോമിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ത്രൂ ദ മീഡിയ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കൂടെ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും ആക്സസിബിൾ ആണ്. ഇപ്പൊ നമുക്ക് ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഏത് ലൈബ്രറി, ഇപ്പം ലൈബ്രറികളൊക്കെ തന്നെ ഓൺലൈൻ മോഡിൽ ആയതുകൊണ്ട് നമുക്ക് ഏത് ലൈബ്രറിയിൽ ഏത് ബുക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ. അതാണ് ഈ നോളജ് റിസോഴ്സസ് ഓൺ ഇന്റർനെറ്റ് കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ദ ടേം ഡിജിറ്റൽ ലൈബ്രറി ഹാസ് however become the preferred term due to growing interest and marries a mission, techniques, and cultures of physical libraries with the capabilities and cultures of computing and telecommunication. The advantages of digital information are well established and understood, and it can be delivered direct to the user. Multiple simultaneous use is possible with no degradation from use with minimal storage cost, and sophisticated search engines techniques, searching techniques are available and retrieval is fast. നമുക്ക് എവിടെയുള്ള ഇൻഫർമേഷനും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ഈ നോളജ് റിസോഴ്സസ് ത്രൂ ദ ഇന്റർനെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ടേം ആണ് ഇലക്ട്രോണിക് കണ്ടന്റ് ഇ കണ്ടന്റ്. എന്താണ് ഇ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ? ഇ കണ്ടന്റ് ഈസ് എ വെരി പവർഫുൾ ടൂൾ ഓഫ് എഡ്യൂക്കേഷൻ. ഇ കണ്ടന്റ് ഈസ് വാല്യുബിൾ ടു ദ ലേണേഴ്സ് ആൻഡ് ഓൾസോ ഹെൽപ്ഫുൾ ടു ടീച്ചേഴ്സ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സിസ്റ്റംസ്. ഇ കണ്ടന്റ് ഈസ് ദ ലേറ്റസ്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ that has attracted more attention together with the concept of models. Electronic learning is a process and electronic content is a product. അല്ലെ, നമ്മൾ നേരത്തെ ഇലക്ട്രോണിക് ലേണിംഗ് എന്താണ്, അതിന്റെ ബെനിഫിറ്റ് എന്താ, ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പഠിച്ചു. അപ്പൊ ഇലക്ട്രോണിക് ലേണിംഗ് എന്നുള്ളത് ഒരു പ്രോസസ് ആണ് അല്ലെ. കുട്ടികൾ പഠിക്കുക അല്ലെങ്കിൽ നോളജ് എക്വയർ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. എന്ത് പ്രോസസ്? ത്രൂ ദ ഇലക്ട്രോണിക് മീഡിയ ആണ് എന്ത് ഇലക്ട്രോണിക് ലേണിംഗ്. പക്ഷെ ആ ഇലക്ട്രോണിക് ലേണിംഗ് ഉള്ളത് ഒരു പ്രോസസ് ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് എന്ത്? ഇലക്ട്രോണിക് കണ്ടന്റ്. ഓക്കെ, so this approach of teaching has become an answer to the complicated modern social economic condition and an exploding population. So electronic content lesson is generally designed to guide students through information or to help them perform specific tasks.
An electronic content package can be used as teacher in the virtual classroom situation. Using electronic content, the time and finance involved in the teaching process can be minimized. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ബെനിഫിറ്റ്സ് ആണ്. ടൈം സേവ് ചെയ്യാൻ പറ്റും, കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഇലക്ട്രോണിക് കണ്ടന്റ്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. Then electronic contents is termed as electronic content that include അതിനകത്ത് എന്തൊക്കെ ആവാം, ടെക്സ്റ്റ് ആവാം, ഇമേജസ് ആവാം, ഗ്രാഫിക്സ് ആവാം, ആനിമേഷൻസ് ആവാം, അല്ലെങ്കിൽ ഓഡിയോ വീഡിയോസ് ആവാം. Sometimes the content will be single element carrying any one of the above element or all of the above together to display offline or online web pages and also to transferable to computer to another computer and internet. നമ്മൾ പറഞ്ഞു എന്താ ഈ ഇതിനകത്തുള്ള ലാസ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കുക. അതായത് ഇലക്ട്രോണിക് കണ്ടന്റ് അല്ലെങ്കിൽ ഈ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ that may be either ടെക്സ്റ്റ് ആവാം, ഇമേജസ് ആവാം, ഗ്രാഫിക്സ് ആവാം, ആനിമേഷൻസ് ആവാം, ഓഡിയോ വീഡിയോ ഇതാവാം, അല്ലെങ്കിൽ എന്താണ് ഒരു സിംഗിൾ എലമെന്റ് ആവാം. എന്താ ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് മാത്രമായിരിക്കാം, ചിലപ്പോൾ ഒരു ഇമേജ് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആവാം. ടെക്സ്റ്റും ഇമേജസും ഗ്രാഫിക്സും എല്ലാം കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ആവാം. അതൊക്കെ ആവുന്നതാണ് എന്ത് ഇലക്ട്രോണിക് കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോണിക് കണ്ടന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണ്? ദാറ്റ് ക്യാൻ ബി ഷെയർഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ ത്രൂ ഇന്റർനെറ്റ് മീഡിയ. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഈ കണ്ടന്റ്. ഇനി എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രോണിക് കണ്ടന്റ് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഈ കണ്ടന്റ് ഈസ് ടെക്നോളജിക്കലി ഫ്രണ്ട്ലി technologically friendly to people for downloaded text materials and used on any computer independently for the purpose of learning process. നമ്മൾ പറഞ്ഞു ഈ ഇലക്ട്രോണിക് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ആവാം, ഇമേജസ് ആവാം, ഗ്രാഫിക്സ് ആവാം, അല്ല അതിന്റെ ഒക്കെ ഒരു മിക്സ്ചർ ആവാം. That can be shared from one computer to another very easily through the internet connection. നമ്മൾ നേരത്തെ ഇലക്ട്രോണിക് കണ്ടന്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോഴേ അത് പറഞ്ഞു. അത് തന്നെയാണ് അതിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കലി ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ പീപ്പിൾ ക്യാൻ ഡൗൺലോഡ് ദ ടെക്സ്റ്റ് മെറ്റീരിയൽസ് ഫ്രം എനിവെയർ ആൻഡ് ക്യാൻ ബി ഷെയർഡ് ടു എനിവൺ, അല്ലേ? ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കണ്ടന്റ് ഈസ് ഹാവിംഗ് ലേണർ ഫ്രണ്ട്ലി ഫോർ ഈസി നാവിഗേഷൻ. The third one എന്താണ്? E-content is learner centric and it is useful in self instructional model. Fourth one എന്താണ്? ഇത് teachers friendly ആണ്. So it is used in various teaching learning methods such as classroom, lecturing to a group and lab sessions, etc. This is about the features of electronic content. Now coming to the next term, that is online libraries. നമ്മൾ നേരത്തെ പറഞ്ഞു നോളജ് റിസോഴ്സസ് ആണ് ഇന്റർനെറ്റ് എന്നുള്ള ആ ഒരു സ്ലൈഡിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അത് തന്നെയാണ് ഇവിടെ ഒന്നുകൂടെ പറയുന്നത്. ഓൺലൈൻ ലൈബ്രറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഡിജിറ്റൽ ലൈബ്രറി. ഡിജിറ്റൽ ലൈബ്രറീസ് ആണ് റെഫേർഡ് ടു ആസ് ഇലക്ട്രോണിക് ലൈബ്രറി. അതിന് പറയുന്ന വേറെ പേരുകളാണ് എന്തൊക്കെ? ഇലക്ട്രോണിക് ലൈബ്രറീസ്, വിർച്വൽ ലൈബ്രറീസ്, ലൈബ്രറീസ് വിത്തൗട്ട് വാൾസ് ഓർ ഹൈബ്രിഡ് ലൈബ്രറീസ്. ഓക്കെ, ഓൺലൈൻ ലൈബ്രറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലൈൻ ലൈബ്രറീസ് മീൻസ് ഡിജിറ്റൽ ലൈബ്രറീസ് ആണ്. And that is otherwise termed as electronic libraries, virtual libraries, then libraries without walls or hybrid libraries. The electronic extension of functions users typically perform and their resources they access in a traditional library. Traditional library ന്ന് നമ്മൾ ബുക്ക് എടുക്കാൻ പോകണം, ബുക്ക് നോക്കിയിട്ട് എടുത്ത് നമ്മൾ അവിടെ രജിസ്റ്ററിൽ എൻട്രി ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണ്ടേ? അതേ ഫോർമാലിറ്റീസ് ത്രൂ ദ ഇലക്ട്രോണിക് മീഡിയ ചെയ്യുന്നതാണ് എന്ത്? ഓൺലൈൻ ലൈബ്രറീസ്. ഓക്കെ, now coming to the next term, that is MOOC. MOOC. എന്താ MOOC എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണ്? A massive open online course. Okay, massive open online course. ഇതെന്ന് പറഞ്ഞാൽ എന്താ? aimed at a large scale interactive participation and open access via the web. അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കൂടെ എന്താണ് ഒരു മാസീവ്. മാസ് എന്ന് പറഞ്ഞാൽ എന്താ? വൈഡ് പോപ്പുലേഷൻ. ലാർജ് പോപ്പുലേഷനെ നമ്മൾ എന്ത് പറയാ? മാസ്, അല്ലെ? പ്രോഡക്റ്റ് അറ്റ് എ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ അറ്റ് എ മാസ്, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുക. അതുപോലെ ഓഡിയൻസ് അറ്റ് മാസ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ഓഡിയൻസ്. അതുപോലെ ത്രൂ എന്താ പറയാ ഇന്റർനെറ്റ് എന്നുള്ള മീഡിയയിലൂടെ ഒരു ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുക. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിനാണ് നമ്മൾ MOOC എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ എയിം എന്ന് പറയുന്നത്? ഇറ്റ് എയിംഡ് അറ്റ് ലാർജ് സ്കെയിൽ ഇന്ററാക്റ്റീവ് പാർട്ടിസിപ്പേഷൻ and open access via the internet. Via means root. In addition to the traditional course materials such as videos, readings and problem sets,
MOOCs provide interactive user forums that help build a community for the students, professors and teaching assistants. സോ നമുക്കറിയാം മൂക്സ് എന്ന് പറയുന്നത് ഒരു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളെ ബുക്ക്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതെല്ലാം അതിന് പുറമെ ത്രൂ ദ മൂക്സ് ഇറ്റ് പ്രൊവൈഡ്സ് ഇന്ററാക്റ്റീവ് യൂസർ ഫോറംസ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഓൺലൈൻ ഇതിനകത്തുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് തന്നെ അവർക്ക് ഒരു ഇന്ററാക്ഷൻ പോസിബിൾ ആണ് ത്രൂ ഈ മൂക്സ് എന്നുള്ള ആ ഒരു കോഴ്സ് കൂടെ. പിന്നെ അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് എന്താ, MOOC is an online course with the option of free and open registration. ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്താ, ഇത് ഫ്രീ ആണ്, അതിന്റെ രജിസ്ട്രേഷൻ ഈസ് ഓപ്പൺ ആണ്. Then a publicly shared curriculum and open-ended outcomes. Then MOOCs integrate social networking, accessible online resources and are facilitated by leading practices in the field of study. Okay, this is about MOOC. Sometimes expansion of MOOC may be asked in the examination. Okay, a MOOC is a massive open online course. Okay, that's the end of the second module. Now we are moving on to the third module, that is business data analysis. നമുക്കറിയാം ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലെ. എന്താണ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ, ഡാറ്റാബേസ് ടെക്നോളജി ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് one of the most rapidly growing areas of computer and information science. The data stored in the system is partitioned into one or more databases. A database is a repository of stored data. എന്താണ് ഡാറ്റാബേസ് എന്നൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിച്ചു കാണാറുണ്ട്. വാട്ട് യു മീൻ ബൈ ഡാറ്റാബേസ്? 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. എന്താണ് ഡാറ്റാബേസ്? A database is a repository for stored data. It is a repository for stored data. സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ, സ്റ്റോർഡ് ഡാറ്റേന്റെ ഒരു റെപ്പോസിറ്ററിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ബിസിനസ് ഡാറ്റ അനാലിസിസ് ഇൻക്ലൂഡ്സ് ദ ആക്ടിവിറ്റീസ് ടു ഹെൽപ് ദ മാനേജേഴ്സ് ടു മേക്ക് സ്ട്രാറ്റജിക് ഡിസിഷൻസ്, അച്ചീവ് മേജർ ഗോൾസ്, സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ് by collecting, analyzing and reporting the most useful information relevant to managers' needs. Information could be about the causes of the current situation, the most likely trends to occur and what should be done as a result. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നമുക്കറിയാം ഇന്നത്തെ ഒരു കോമ്പറ്റീറ്റീവ് ബിസിനസ് എൻവയോൺമെന്റിൽ ഒരു ബിസിനസ്സിന് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ക്ലിയർ നോളജ് അബൌട്ട് ഇറ്റ്സ് മാർക്കറ്റ്, അല്ലെങ്കിൽ അതിന്റെ എൻവയോൺമെന്റിനെ പറ്റി നല്ലതായിട്ട് നോളജ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് എന്താണ്, കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ് എന്താണ്, അവർക്ക് എന്തിനോടാണ് പ്രിഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ബിസിനസ് ഓർഗനൈസേഷന് സക്സസ് ചെയ്യാൻ പറ്റുക അല്ലെ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ടെല്ലിംഗ് ദ ഡാറ്റ അനാലിസിസ് റിഗാർഡിംഗ് ദ ബിസിനസ്. So business data analysis എന്ന് പറഞ്ഞാൽ it includes the activities to help the managers to make strategic decisions, to achieve major goals and solve complex problems. All these activities needs എന്താണ്, data analysis. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. Then a database എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പറഞ്ഞു, എന്താണ് a database is a repository for stored data. Coming to the generation of computers. ഈ generation of computers എന്ന് പറഞ്ഞാൽ it is a very very important area. Okay, that may be asked as a essay category question. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഇതെന്തായാലും എഴുതാൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഒരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ റിഗാർഡിംഗ് ദ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ദ ഇയർ ഓഫ് ജനറേഷൻസ്, അതിനകത്ത് കുറച്ച് മിസ്റ്റേക്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. അതായത് സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഇയർ കൊടുത്തിരിക്കുന്നതിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. So you just note down these years. Okay, so coming to the generation of computers. എന്താണ് generation of computers എന്ന് പറഞ്ഞാൽ? ആക്ച്വലി generation of computers എന്ന് പറഞ്ഞാൽ 5 generation ആണ്. ഇപ്പൊ 5th generation ആണ് നടക്കുന്നത് അല്ലെ. So generation in computer technology refers to steps in technology അല്ലെ. ടെക്നോളജിയിൽ വരുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചേഞ്ച് ആണ് ഈ ജനറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It provides a framework for the growth of the computer industry. Through the generation of computers, it clearly explains, so it provides a framework for the growth of the computer industry. Originally, the term generation was used to distinguish between varying hardware technologies. However, nowadays,
it has been extended to include both hardware and software, which together make an entire computer system. And here there are totally 5 computer generations until today. First generation of computers, that is 1942 to 1955 period ആണ്. And second generation of computers എന്ന് പറഞ്ഞാൽ 1955 to 1964 ആണ്. Then third generation of computers 1964 to 75. Then fourth generation of computer 1975 to 1989. And now the fifth generation 1989 to till present. So ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇയേഴ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് ഇതൊന്ന് പഠിച്ചു വെക്കുകയും വേണം. പിന്നെ ഇത് ടെക്സ്റ്റിനകത്ത് സ്റ്റഡി മെറ്റീരിയൽസിനകത്തുള്ളതിൽ മിസ്റ്റേക്സ് ഉണ്ട്. സോ യു ഹാവ് ടു ബി കെയർഫുൾ വിത്ത് ദ ഇയേഴ്സ് റിലേറ്റഡ് വിത്ത് ദ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ഇനി ഞാൻ ഈ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് അതെന്ന് പറയുന്നത് ഏത് പീരീഡ് ആണ്? 1942 ടു 1955 എന്നുള്ള കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉള്ളത്. Then അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോ ഈ ഫസ്റ്റ് ജനറേഷൻ ഉള്ള കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് അവരുടെ മെയിൻ ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന കീ ഹാർഡ്വെയർ ടെക്നോളജി എന്ന് പറയുന്നത് വാക്യൂം ട്യൂബ്സ് ആയിരുന്നു. ഓക്കെ, ഈ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതിനകത്ത് യൂസ് ചെയ്ത ടെക്നോളജി അല്ലെങ്കിൽ ഹാർഡ്വെയർ ടെക്നോളജിയിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് ഈ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് മെയിൻ ആയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ it was in the period of 1942 to 1955, and the major technology, hardware technology that was used in that period was എന്താണ്? വാക്യൂം ട്യൂബ്സ് ആയിരുന്നു. പിന്നെ അവരുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ജനറേഷനിലുള്ള കമ്പ്യൂട്ടേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് ബൾക്കി ഇൻ സൈസ്, വലിയ സൈസിലുള്ള കമ്പ്യൂട്ടർ ആയിരുന്നു. ദെൻ ഹൈലി അൺറിലയബിൾ ആണ്. Then limited commercial യൂസിന് പറ്റുള്ളൂ. Then commercial production is difficult and costly, difficult to use. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആണ് ആ ഒരു ജനറേഷനിലുള്ള കമ്പ്യൂട്ടേഴ്സ് സഫർ ചെയ്തത്. ഓക്കെ, now coming to the second generation, that is in the period of 1955 to 1964, and the main hardware technology used in that second generation of computers was എന്താണ്? ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് ജനറേഷനിലുള്ള കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തത് വാക്യൂം ട്യൂബ്സ് ആണ്. On the other hand, the second generation of computers use ചെയ്തത് എന്താണ്? ട്രാൻസിസ്റ്റേഴ്സ് ആണ്. പിന്നെ മേജർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ ഉള്ളത് എന്താണ്? അത് comparing to the first generation of computers, it is faster, പിന്നെ കുറച്ച് smaller in size ആയി, പിന്നെ കുറച്ചും കൂടി reliable ആയി, then and easy to program ആയി, then scientific and commercial applications ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങി. Then it is എന്നാലും അതിന്റെ വലിയൊരു demerits എന്ന് പറയുന്നത് അത് കോസ്റ്റ്ലി ആയിരുന്നു. Okay, this is about the second generation of computers. Now coming to the third generation of computers, that was in the period of 1964 to 1975. ഈ ഒരു പീരീഡിൽ ഈ ഒരു കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ചെയ്തിരുന്ന ഹാർഡ്വെയർ ടെക്നോളജി എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് വാസ് യൂസ്ഡ് വാക്യൂം ട്യൂബ്സ്, സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ്, തേർഡ് ജനറേഷൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. ഈ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയി കമ്പയറിംഗ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. Then further it is smaller in size, more reliable and easier and cheaper to produce commercially and easier to use, then easier to upgrade. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ഈ തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൻ്റെത്. ഇനി നാലാമത്തെ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് വാസ് ഇൻ ദ പീരീഡ് ഓഫ് 1975 to 1989. ഈ ഒരു പീരീഡിൽ യൂസ് ചെയ്തിരുന്ന ഹാർഡ്വെയർ ടെക്നോളജി എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. ഈ മൈക്രോ പ്രോസസ്സേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇത് വളരെ സ്മോൾ സൈസ് ആയി, പിന്നെ അഫോർഡബിൾ ആയി. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞത് എന്താ? കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഫോർത്ത് ജനറേഷൻ ഒക്കെ ആയപ്പോൾ തന്നെ അതെന്താണ്? അഫോർഡബിൾ ആണ്. പിന്നെ റിലയബിലിറ്റി നന്നായിട്ട് കൂടി. ദെൻ ഇറ്റ് ഈസ് ഈസി ടു യൂസ്. പിന്നെന്താണ്? മോർ പവർഫുൾ ആൻഡ് റിലയബിൾ. പിന്നെ മെയിൻ ഫ്രെയിം സിസ്റ്റം. ദെൻ ടോട്ടലി ജനറൽ പേർപ്പസ് മെഷീൻസ് ആയി. ദെൻ ഈസിയർ ടു പ്രൊഡ്യൂസ് കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ കുറേ കൂടി ഈസി ആയി മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ. ദാറ്റ് ഈസ് അബൌട്ട് ദ ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. Now coming to the last generation, that is fifth generation, that is in the period 1989 to till present, and the main hardware technology or the technology used in the fifth generation of computer is artificial intelligence.
ആൻഡ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഒരു പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ്, ദെൻ മോർ പവർഫുൾ ആയി, ചീപ്പർ. ഇപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടേഴ്സ് ചീപ്പർ ആണ്, ദെൻ റിലയബിൾ ആൻഡ് ഈസിയർ ടു യൂസ്. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ഈ 5th generation of കമ്പ്യൂട്ടേഴ്സിനുള്ളത്. So you have to refer detailed explanation about the generation of computers, and it is a very important area. Then ഈ ഒരു generation of computers ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതെന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. 3rd generation of computersനകത്ത് യൂസ് ചെയ്ത ഹാർഡ്വെയർ ടെക്നോളജി ഏതാ? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. 5th generation ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. 1st generation വാക്വം ട്യൂബ്സ്. ഇതിങ്ങനെ എപ്പോഴും PSC എക്സാമിനൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ടെക്നോളജി യൂസ്ഡ് ഇൻ ദ വേരിയസ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. So this is about the generation of computers. Now coming to business data analysis. നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്ലൈഡിലേ പറഞ്ഞു ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനലൈസിംഗ് ഡാറ്റ റിലേറ്റഡ് വിത്ത് ദ ബിസിനസ് ഓർഗനൈസേഷൻസ് ഓഫ് ദ ബിസിനസ് എൻവയോൺമെന്റ് ഇസ് എ വെരി വൈറ്റൽ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് റിഗാർഡിംഗ് ദ ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെ. നമ്മൾ പറഞ്ഞു കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിനെ പറ്റി നല്ലൊരു ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇല്ല എങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ എ ബിസിനസ് ഓർഗനൈസേഷൻ ടു വിസ്റ്റാൻഡ് ഇൻ ദ മാർക്കറ്റ് അല്ലെ. അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. എന്നാലും നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പഠിക്കാം. ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഡാറ്റ അനാലിസിസ് is a process by which business use statistical methods and technologies for analyzing historical data in order to gain new insight and improve strategic decision making. So business data analysis എന്ന് പറഞ്ഞാൽ it is a process. എന്താണ്? ഒരു പ്രോസസ് ആണ്. അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. By which എന്താണ് ചെയ്യുന്നത്? ബിസിനസ് യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ടെക്നോളജീസ്. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹിസ്റ്റോറിക്കൽ ഡാറ്റ അനലൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെയിൻ ഇൻസൈറ്റ്, പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുക. ടു ഇംപ്രൂവ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്, ഓൾറെഡി എടുത്ത ഡിസിഷൻസിന് അത് ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും അല്ലെങ്കിൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡാറ്റ അനലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. Then in other words, a data management solution and business intelligence subset refers to the use of methodologies such as data mining, predictive analytics, and data analysis in order to analyze and transform data into useful information, identify and anticipate trends and outcomes, and ultimately make smarter data-driven and business decisions. സോ ഒരു ബിസിനസ്സിന് അതിന്റെ ഡിസിഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ആ ഒരു ആസ്പെക്ട് ക്ലിയർ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനും സക്സസ് ഉണ്ടാവാൻ പറ്റുക. സോ അങ്ങനെ സക്സീഡ് ചെയ്യണം, മാർക്കറ്റിൽ സക്സീഡ് ചെയ്യണമെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ ഡാറ്റ കളക്ട് ചെയ്താൽ വെച്ചാൽ മാത്രം പോരാ. ആ ഡാറ്റ പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് നല്ലതായിട്ട് അവലോകനം ചെയ്താൽ മാത്രമേ ഉള്ളൂ they have to make some modifications in the decisions that have already taken by the organization. That is what we are telling about this business data analysis. Now coming to the essentials of business data analysis. There are 3 major aspects related to the essentials of business data analysis. First one, descriptive analytics, which analyze historical data to determine how a unit may respond to a set of variables. Second is predictive analytics, which looks at historical data to determine the likelihood of particular future outcomes. Likelihood of particular future outcomes നെ predict ചെയ്യുക. അതാണ് എന്ത്? predictive analytics. Descriptive എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റേനെ how a unit may respond to a set of variables ഡിസ്ക്രൈബ് ചെയ്യുക. അതാണ് എന്ത്? ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ്. പ്രഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചറിനെ നമ്മൾ പ്രിഡിക്ട് ചെയ്യുക, അവലോകനം ചെയ്യുക, ഐ മീൻ പ്രിഡിക്ട് ചെയ്യുക, ഊഹിക്കുക അല്ലെ, ഊഹാഭോഗം, പ്രഡിക്ഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഡിക്റ്റീവ് അനാലിറ്റിക്സ്. ദെൻ പ്രിസ്ക്രിപ്റ്റീവ്. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ദ ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക് പ്രോസസ് വിച്ച് പ്രൊവൈഡ്സ് insight on what happened. That is about the essentials of business data analysis. Now the next term is data analyst. നമ്മളിപ്പോ പറഞ്ഞു ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്താന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ എന്ത് പറയാ? ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയാം. സോ ദ പേഴ്സൺ ഹു ഡൺ ദ ഡാറ്റ അനാലിസിസ് പ്രോസസ് ഇസ് ടേംഡ് ആസ് ഡാറ്റ അനലിസ്റ്റ്. ഇൻ സിമ്പിൾ വേർഡ്സ് നമുക്ക് പറയാം എന്താ? ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന ആരാണോ അവർക്ക് പറയുന്ന പേരാണെന്ത്? ഡാറ്റ അനലിസ്റ്റ്. So a data analyst is someone who uses technical skills
to analyze data and report insights. Data analysts are professionals who translate numbers, statistics, and figures into understandable values. നമുക്കറിയാം ഡാറ്റ അനലൈസ് ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണെന്ത് ഡാറ്റ അനലിസ്റ്റ് അല്ലെ. പക്ഷെ എല്ലാവർക്കും ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ നമുക്കൊരു കമ്പനിയുടെ കുറെ ഡാറ്റ സെറ്റ് തന്നു നമ്മളോട് അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കറിയോ? ഇല്ല. നമുക്ക് എന്തുകൊണ്ടാണ് അറിയാത്തത്? നമുക്ക് അത് അനലൈസ് ചെയ്യാനുള്ള പ്രൊഫഷണൽ സ്കില്ലില്ല, നോളജ് ഇല്ല അല്ലെ, അറിവില്ല. അറിവില്ലാതെ നമ്മൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റും അല്ലെ, നമുക്ക് ഉറപ്പാണ്. അതേപോലെ ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞാല് അവർ പ്രൊഫഷണൽസ് ആണ്. അവരെന്താണ് ചെയ്യുന്നത്? ഹു ട്രാൻസ്ലേറ്റ് നമ്പേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഫിഗേഴ്സ് ഇൻ ടു അണ്ടർസ്റ്റാൻഡബിൾ വാല്യൂസ്. സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ പഴയ വർഷങ്ങളിലെ ഡാറ്റ അതെല്ലാം എടുത്തിട്ട് അതിനെ എന്താണ് ഒരു അണ്ടർസ്റ്റാൻഡബിൾ വാല്യൂസ്, ഒരു സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു സിമ്പിൾ വാല്യൂസിലേക്ക് മാറ്റുക അല്ലെങ്കിൽ സിമ്പിൾ ഫിഗേഴ്സിലേക്ക് മാറ്റിയെടുക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പ്രൊഫഷണൽസിന് പറയുന്ന പേരാണെന്ത്? ഡാറ്റ അനലിസ്റ്റ്. സോ എ ഡാറ്റ അനലിസ്റ്റ് കളക്ട്സ്, stores and interprets data to transform it into valuable business insights that can be used to improve business operations and foster data-driven decision making. Since this job role involves passing through data, analyzing, interpreting and primary analytical. So data analyst എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, അത് അനലൈസ് ചെയ്യുന്നുണ്ട്, ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട്സ്. ഓക്കെ. ഇനി what are the importance of data quality? Improved data quality leads to better decision making across an organization. നമുക്കറിയാം ഇപ്പൊ ഫേക്ക് ഡാറ്റ ആണെങ്കിൽ ആ ഒരു ഫേക്ക് ഡാറ്റേനെ ഡിപ്പെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസ് ഒക്കെ തെറ്റിപ്പോകും അല്ലെ. സോ എപ്പോഴും ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റിലയബിൾ, ഇറ്റ് ഷുഡ് ബി ഓതന്റിക്കേറ്റഡ് അല്ലെ. ഒരു ഓതന്റിസിറ്റി അല്ലെങ്കിൽ അതിനൊരു റിലയബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ഡാറ്റ പെർഫെക്റ്റ് ആവുക, അല്ലെങ്കിൽ ആ ഡാറ്റേനെ ബേസ് നമ്മൾ എടുത്ത ഡിസിഷൻസ് ഒക്കെ കറക്റ്റ് ആവാം അല്ലെ. സോ ദർ ഈസ് എ ഹൈ റെലവൻസ് ഫോർ ദ ക്വാളിറ്റി ഓഫ് ഡാറ്റ. Improved data quality leads to better decision making across an organization. Data quality is important because without high quality data, you cannot understand or stay in contact with your customers. In this data driven age, it is easier than ever before to find out key information about current and potential customers. So, ഇത് തന്നെയാണ് ഈ ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എപ്പോഴും ഒരു ഡിസിഷൻ നമ്മൾ ഡാറ്റ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡാറ്റ അല്ലെങ്കിൽ പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ, അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്നത്. സോ ദർ ഷുഡ് ബി the quality of data is very very important for an organization to take strategic decisions. Okay, now what do you mean by big data analysis? ഈ ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ന്യൂ ടേം ആണ്, പുതിയൊരു ടേം ആണ്. ഈ ബിഗ് ഡാറ്റ അനാലിസിസ് കുറേ കൂടി എന്താ വലിയ വലിയ രാജ ഓർഗനൈസേഷൻസ് ഒക്കെയാണ് ഇപ്പോൾ ഈ ബിഗ് ഡാറ്റ അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The term big data has been used to describe a massive volumes of data analyzed by huge organizations like Google or research science projects at NASA. The point is more about finding new value within and outside conventional data sources. Pushing the boundaries of analysis uncovers new insights and opportunities, and big depends on where you start and how you proceed. So big data analysis, ഇതെന്ന് പറഞ്ഞാൽ ലാർജ് ഓർഗനൈസേഷൻസ് അവർക്ക് ഒരുപാട് ഇൻഫർമേഷനിലൊക്കെ ഡാറ്റ കാണില്ലേ, അവരാണ് ഈ ഒരു ബിഗ് ഡാറ്റ അനാലിസിസ് വാട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഗൂഗിൾ, പിന്നെ നാസ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ആണ് ഈ ബിഗ് ഡാറ്റ അനാലിസിസ് പ്രാക്ടിക്കലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Then, what is the role of data scientist in business and society? That is the next portion. That is, data scientist helps companies interpret and manage data and solve complex problems using expertise in a variety of data niches. They generally have a foundation in computer science, modeling, statistics, analytics, and math coupled with strong business sense. It is this merging of historic intelligence and practical knowledge that makes the data scientist so valuable to a company. The growing importance of data analytics in a business is leading to the appointment of senior data scientists to provide company-wide insight. So data scientist എന്ന് പറഞ്ഞാല് he is a person who helps the companies in interpreting and managing data, and he is always helped to solve the complex problems using
expertise in a variety of data. Okay. അവർക്കെന്ന് പറഞ്ഞാല് അവർക്കൊരു പ്രൊഫഷണൽ നോളജ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡാറ്റ സയന്റിസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ സീനിയർ ഡാറ്റ സയന്റിസ്റ്റ് എന്നുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ട് ഓർഗനൈസേഷനിൽ. അവരുടെ മെയിൻ ആയിട്ടുള്ള ടാസ്ക് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? To help the companies to interpret and manage data and solve complex problems using expertise. അവർക്ക് നല്ല എക്സ്പെർട്ടൈസ്ഡ് നോളജ് ഉണ്ടാവുമല്ലോ. അതൊക്കെ വെച്ചിട്ട് കമ്പനീസിനെ ഡിസിഷൻ മേക്കിങ്ങിലും അല്ലെങ്കിൽ കമ്പനീസിനെ അവരുടെ ഡാറ്റ മാനേജ് ചെയ്യുന്നതിലും ഇന്റർപ്രറ്റ് ചെയ്യുന്നതിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് one of the important role അല്ലെങ്കിൽ task of data scientist. Okay. Now we are moving on to the fourth module, that is socio-cyber informatics. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ടേമുകൾ തന്നെയാണ് ഈ മൊഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എങ്കിലും നമുക്ക് നോക്കാം. Social informatics is an area of research that examines social aspects of computerization. ഈ social informatics എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് എന്താണ്? Is an area of research that examines social aspects of computerization. Then a more formal definition would be interdisciplinary study of the design, use and consequences of information technology, interdependence with institutional and cultural environments. So one of the definition given by Kling, social informatics is a field that is defined by its content, that is fundamental questions on it, rather than by a set of techniques and methods very similar to urban studies. So social informatics is a research object with a systematic, analytical and critical character, helping to develop theories that are relevant to design, development and operation of information systems, including intranet, electronic forms, virtual libraries and electronic publication. So social informatics എന്ന് പറഞ്ഞാൽ എന്താണ്? Is an area of research ആണ്. അത് എന്താണ് മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്? That examines social aspects of computerization. അതായത് ഈ ഒരു social informaticsൽ it helps to develop theories that are relevant to the design, development, operation of information systems, including എന്തൊക്കെയാണ്? Intranet, electronic forums, virtual libraries and electronic publications. Okay. Now coming to the next term, that is digital divide. Digital divide. ഈ മൊഡ്യൂളിനകത്ത് വരുന്ന കുറച്ച് ടേംസുകൾ ഉണ്ട് that you have നല്ല കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. That may be asked for the examination. Okay. Digital divide. Digital divide എന്ന് പറഞ്ഞാൽ എന്താ? Digital divide or the digital split. Digital divide. Divide ചെയ്യുക എന്നുള്ള ആ ഒരു ടേമിന് പറയുന്ന വേറെ പേരാണ് എന്ത്? സ്പ്ലിറ്റ് ചെയ്യുക അല്ലെ? സോ അത് തന്നെയാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന വേറൊരു പേരാണെന്ത്? ഡിജിറ്റൽ സ്പ്ലിറ്റ്. Is a social issue referring to the differing amount of information between those who have access to the internet and those who do not have access. The term became popular among the concerned parties such as scholars, policymakers and advocacy groups in the late 1990s. ഈ ഡിജിറ്റൽ ഡിവൈഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പ്ലിറ്റ്സ് എന്നുള്ള ടേം കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കെയിം ഇൻ എക്സിസ്റ്റൻസ് വന്നത് 1990s അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം അല്ലെങ്കിൽ അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. അതുകൊണ്ട് റെഫർ ചെയ്യുന്ന എന്താണ്? ടു ഡിഫറിംഗ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ദോസ് ഹു ഹാവ് ആക്സസ് ടു ദ ഇന്റർനെറ്റ്. കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ടെക്നോളജി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗവും കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ടെക്നോളജി ആക്സസ് ചെയ്യാൻ പറ്റാത്തവരും തമ്മിലുള്ള ആ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള ആ ഒരു സോഷ്യൽ ഇഷ്യൂ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. ഓക്കെ. സ്പ്ലിറ്റ് ആ ടേം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക, ഡിജിറ്റൽ ഡിവൈഡ്, അവിടെ ഒരു ഡിവിഷൻ വരികയാണ്. ആര് തമ്മില്? those who have access to the computer technology and those who have not access to the information technology. ഡിജിറ്റൽ ഡിവൈഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പ്ലിറ്റ്. ഡിജിറ്റൽ ഡിവൈഡിന് പറയുന്ന വേറൊരു പേരാണ് ഡിജിറ്റൽ സ്പ്ലിറ്റ്. ആൻഡ് ദിസ് ടേം ഈസ് become popular in 1990s. The main aspects അല്ലെങ്കിൽ social issue of digital divide explains or refer that between the differing amount of information between those who have access to the internet and those who do not have access. The concept of digital divide can be explained from two perspectives. That is, നമ്മൾ പറഞ്ഞത് തന്നെ എന്താണ്? The gap that exists between the countries that have full access to electronic research information and those that do not. Okay. And the difference in the internet literacy and aptitude between citizens of developed versus underdeveloped countries.
അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഡിജിറ്റൽ ഡിവൈഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ സ്ലിപ്പ് എന്ന് പറഞ്ഞാല്, സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാല് those who have access to the internet technology and those who do not have access to the internet technology തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്പ്ലിറ്റിനാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിജിറ്റൽ നേറ്റീവ്സ്. എന്താണ് നേറ്റീവ്സ്? ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ ഒരു ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ എന്താണ് ഡിജിറ്റൽ നേറ്റീവ്സ് ആണ് അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് അടുത്തിടപഴകുന്ന ആൾക്കാര്, അതായത് കൂടുതലായിട്ടും ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്സസ് ചെയ്യാൻ അറിയുന്നതും കൂടുതലായിട്ട് അത് യൂസ് ചെയ്യുന്നതും ഒരു ജനറേഷൻ ഇല്ലേ, അവർക്ക് പറയുന്ന പേരാണ് എന്ത്? ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, digital natives are used to receiving information really fast. They like to parallel process and multitask. They are generally born after 1980s and they are comfortable in the digital age because they grew up using information technology. But digital immigrants എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ നേറ്റീവ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർ ദോസ് ഹു ആർ ബോൺ ബിഫോർ 1980s ആൻഡ് ദേ ആർ വെരി ഫിയർഫുൾ അബൌട്ട് യൂസിങ് ടെക്നോളജി. അവർക്ക് ഈ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യാൻ ഇപ്പോഴും പേടിയായിരിക്കും. ഇപ്പൊ നമുക്കറിയില്ലേ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ കുറെ കൂടി ആൾക്കാർ അവെയർ ആയി എങ്കിൽ പോലും ഈ കമ്പ്യൂട്ടറൈസേഷൻ ഒക്കെ വന്ന കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ബാങ്ക്സിലൊക്കെ ഒരുപാട് സ്റ്റാഫ് VRS ഒക്കെ എടുത്തു പോയിട്ടുണ്ട്. അവർക്ക് ഈ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള പഠിക്കാനുള്ള ഒരു പേടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്തോ സംഭവമാണെന്നുള്ള ആ ഒരു ടെൻഷൻ കാരണം അല്ലെ, അവർക്ക് പറയുന്ന പേരാണ് ഡിജിറ്റൽ ഇമിഗ്രൻസ്. പക്ഷേ ദ പീപ്പിൾ ഹു ബോൺ ആഫ്റ്റർ 1980s അത് അവർക്ക് ഉദ്ദേശിക്കുന്നതാണ് എന്ത്? ഡിജിറ്റൽ നേറ്റീവ്സ്. അതായത് they are very familiar to use the information technology and they grew up using information technology അല്ലെ. So the term digital immigrant mostly applies to individuals who were born before the spread of digital technology and who were not exposed to it any an early stage. Digital natives are the opposite of digital immigrants and they have been interacting with technology from childhood. According to Prensky, digital natives are the generation of young people who are native speakers of the digital language of computers, video games and internet. So digital natives എന്ന് പറഞ്ഞാല് എന്താണ് അർത്ഥം? Digital natives എന്ന് പറഞ്ഞാല് they are generally born after the 1980s and they are comfortable in the digital age and they can easily access the digital language of computers and video games and internet. ആ ഡിജിറ്റൽ നേറ്റീവ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ടേം ആണ് എന്ത്? ഡിജിറ്റൽ ഇമിഗ്രൻസ്. സോ ഡിജിറ്റൽ നേറ്റീവ്സ് എന്നുള്ള ടേം ക്ലിയർ ആയല്ലോ? ഓക്കെ, ഫൈൻ. Now coming to the next term, that is cyberspace. Cyberspace refers to the virtual computer world and more specifically an electronic medium that is used to facilitate online communication. So cyberspace എന്ന് പറഞ്ഞാല് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഇലക്ട്രോണിക് മീഡിയം ആണ് എന്ത്? സൈബർ സ്പേസ്. So cyberspace refers to the virtual computer world, more specifically an electronic medium that is used to facilitate online communication. So space, cyberspace, space എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മീഡിയം ആണ്, ഇലക്ട്രോണിക് മീഡിയം ആണ് that is used to facilitate online communication. It typically involves a large computer network made up of many worldwide computer subnetworks that employ TCP/IP, Transmission Control Protocol, Internet Protocol. ഇതൊക്കെ വൺ വേർഡ് ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, കമ്പ്യൂട്ടർ റിലേറ്റഡ് എക്സാമുകൾക്കൊക്കെ. TCP/IP protocol to aid in communication and data exchange activities. Okay, so cyberspace core feature is an interactive and virtual environment for a broad range of participants. So നമുക്ക് എന്താ ഈ സൈബർ സ്പേസ് എന്നുള്ളതിനോട് മെയിൻ ആയിട്ട് സിംപ്ലി ഇൻ സിമ്പിൾ വേർഡ്സ് വാട്ട് വി കൻ സേ cyberspace refers to the virtual computer world and more specifically an electronic medium that is used to facilitate online communication. That is about cyberspace. സൈബർ എത്തിക്സ്. എന്താണ് സൈബർ എത്തിക്സ്? നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൊഫഷണലിസത്തിൽ നമ്മൾ ഒരു എത്തിക്സ് പഠിച്ചു അല്ലെ? എന്താ ഒരു പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ് ഉള്ള ആളായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞില്ലേ? എത്തിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോഡ് ഓഫ് കണ്ടക്ട് അല്ലെ? അതേപോലെ സൈബർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ ഫോളോ ചെയ്യേണ്ട കോഡ് ഓഫ് കോണ്ടക്ട്സ് അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട്സിന് പറയുന്ന പേരാണെന്ത്? എത്തിക്സ്. So cyber ethics is a study of ethics pertaining to computers, covering user behavior and what computers are programmed to do and how this affects individuals and society. So cyber ethics concerns to the code of responsible behavior on the internet.
അപ്പോൾ ഈ ഒരു ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട കോഡ് ഓഫ് കണ്ടക്ട്സിനെ പറയുന്ന പേരാണ് സൈബർ എത്തിക്സ്. ഓക്കെ. Major issues that led to the concept of cyber ethics include copywriting or downloading, crime and punishment, internet hacking, cyber bullying. These are all the terms related with the cyber ethics. ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. കോപ്പിറൈറ്റ്സും ഡൗൺലോഡ് പ്രൊട്ടക്ഷൻ ഒക്കെ, ദെൻ ക്രൈംസ്, സൈബർ മേഖലയിൽ ഉണ്ടാവുന്ന ഒരുപാട് ക്രൈംസ്, അതിന്റെ പണിഷ്മെന്റ്സ്, പിന്നെ ഇന്റർനെറ്റ് ഹാക്ക് ചെയ്യുക. നമ്മൾ പറയില്ലേ യൂട്യൂബ് ചാനൽസ് ഒക്കെ ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ ഇമെയിൽ ഹാക്ക് ചെയ്തു എന്നൊക്കെ പറയില്ലേ, ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു എന്നൊക്കെ പറയില്ലേ. These are all the examples for cyber ethics. Okay. Examples of cyber ethics are major issues related with the cyber ethics. Okay. Now coming to the next area, that is cyber crimes. Cyber crime എന്ന് പറഞ്ഞാൽ എന്താ? Cyber ethics എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടേഴ്സ് ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനാണ് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Cyber crime is a criminal activity. Criminal activity that either targets or uses a computer network, or a networked device. So cyber crime എന്ന് പറഞ്ഞാൽ എന്താ? It's a criminal activity that either targets or uses computer or a computer network or a networked device. Most but not all cybercrime is committed by cyber criminals or hackers who want to make money. അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരുടെയും അക്കൗണ്ട്സ് ഹാക്ക് ചെയ്യില്ലേ, ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ഇത് കമ്മിറ്റ് ചെയ്യുന്നതൊക്കെ എന്താണ്? സൈബർ ക്രിമിനൽസ് ആണ് അല്ലെ. സൈബർ ക്രൈം ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻ. അത് ചിലപ്പോൾ ഇൻഡിവിജ്വൽസ് ആവാം, അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻസ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാവാം. Rarely, cybercrime aims to damage computers for reasons other than profit. ചില സമയത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മണി ഉണ്ടാക്കുക എന്നുള്ളതിനുപരി നശിപ്പിക്കുക, കമ്പ്യൂട്ടേഴ്സിനെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയും സൈബർ ക്രൈംസ് ചെയ്യാറുണ്ട്. ദീസ് കുഡ് ബി പൊളിറ്റിക്കൽ ഓർ പേഴ്സണൽ. ചിലപ്പോൾ പൊളിറ്റിക്കൽ റീസൺ ആവാം, അല്ലെങ്കിൽ പേഴ്സണൽ റീസൺ ആവാം അല്ലെ. Here are some of the examples of the different types of cybercrime. And the email and internet fraud, identity frauds, theft of financial or card payments data, theft and sale of corporate data, cyber extortion, that is demanding money to prevent a threatened attack, then cyber spionage, that means where hackers access government or company data. ഒരു ഹാക്കേഴ്സ് കമ്പനീന്റെ അല്ലെങ്കിൽ ഗവൺമെന്റോ ഡാറ്റ ഹാക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈബർ സ്പോയിനേജ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഫോർ സൈബർ ക്രൈംസ്. സോ സൈബർ ക്രൈം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതിന് എക്സാമ്പിളും ജസ്റ്റ് ഒന്ന് വായിക്കുക, എന്നാൽ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സൈബർ ക്രൈം. ഇനി കാറ്റഗറീസ് ഓഫ് സൈബർ ക്രൈം രണ്ടെണ്ണം ഉണ്ട്. എന്തൊക്കെയാണ്? ക്രിമിനൽ ആക്ടിവിറ്റി ദാറ്റ് ടാർഗറ്റ്സും ഉണ്ട്, ക്രിമിനൽ ആക്ടിവിറ്റി ദാറ്റ് യൂസസ് കമ്പ്യൂട്ടേഴ്സ് ടു കമ്മിറ്റ് അതർ ക്രൈംസും ഉണ്ട്. ദീസ് ആർ ഓൾ ദ കാറ്റഗറീസ് ഓഫ് സൈബർ ക്രൈം. ഇനി എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. മൾവെയർ അറ്റാക്സ്, ഫിഷിംഗ്, ഡിസ്ട്രിബ്യൂട്ടഡ് DOS അറ്റാക്സ് ഓർ എക്സാമ്പിൾസ് ഓഫ് സൈബർ ക്രൈം. ഇനി സൈബർ ലോസ്. എന്താണ് സൈബർ ലോസ് എന്ന് പറഞ്ഞാൽ? സൈബർ ലോസ് ഇൻ ഇന്ത്യ നമുക്കറിയാം, അറിയാം ഈ ഇപ്പൊ സൈബർ ക്രൈംസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അതിനകത്ത് ഇവര് സൈബർ ക്രിമിനൽസിനെ എന്താണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ നേടിക്കൊടുക്കുന്നില്ലേ. അങ്ങനെയുള്ള ഈ ഒരു ലോ ഉള്ളത് കൊണ്ടാണ് അവരെയൊക്കെ പിടിക്കാനും അല്ല ഐഡന്റിഫൈ ചെയ്യാനും അവർക്കുള്ള ശിക്ഷ കൊടുക്കാനും ഒക്കെ പറ്റുന്നത്. സോ ഈ സൈബർ ലോസ് എന്ന് പറയുന്നത് ഇൻ ഇന്ത്യ പ്രിവെന്റ്സ് എനി ക്രൈം ഡൺ യൂസിങ് ടെക്നോളജി where a computer is a tool for cybercrime. The laws for cybercrime protect citizens from dispensing sensitive information to a stranger online. Ever since the introduction to cyber laws in India happened, IT Act 2000 was enacted and amended in 2008, covering different types of crimes under cyber law in India. ഈ ഇന്ത്യയില് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ട് 2000 വന്നതുകൂടിയാണ് സൈബർ ലോ വന്നത്. ആൻഡ് അതിനൊരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഏത് വർഷമാണ്? 2008. ദെൻ ഈ ഒരു ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു സൈബർ ആക്ട് അല്ലെങ്കിൽ IT ആക്ട് 2000 മേജർ ആയിട്ട് ദാറ്റ് ആക്ട് എക്സ്പ്ലെയിൻസ് ദ ടൈപ്സ് ഓഫ് സൈബർ ക്രൈം ആൻഡ് ഇറ്റ്സ് പണിഷ്മെന്റ്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദ സൈബർ ലോസ് ആൻഡ് IT ആക്ട് 2008. ഇനി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഇൻ ഇന്ത്യ? മേജർ ആയിട്ട് നമ്മൾ പറഞ്ഞു ഈ സൈബർ ലോ അല്ലെങ്കിൽ സൈബർ ക്രൈംസ് ഒക്കെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ റെസ്ട്രിക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ലോ ആണ് സൈബർ ലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്.
ആ ഒരു ആക്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ലീഗൽ റെക്കഗ്നിഷൻ ഫോർ ഓൾ ഈ ഇലക്ട്രോണിക്, ഈ എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ്. Second is to give legal recognition to digital signatures as a valid signature to accept agreements online. And the third one is to give legal recognition to keeping accounting books in electronic form by bankers as well as other organizations. And the last one, to protect or protection of online privacy and stopping cyber crimes. അപ്പോ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താ, ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസിനൊക്കെ ഒരു ലീഗൽ റെക്കഗ്നിഷൻസ് കൊടുക്കുക. രണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ്, ടു ഗീവ് ലീഗൽ റെക്കഗ്നിഷൻ ടു ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. മൂന്നാമത്തത് എന്താണ്, ടു ഗീവ് ലീഗൽ റെക്കഗ്നിഷൻ ടു കീപ്പിംഗ് അക്കൗണ്ടിംഗ് ബുക്സ് ഇൻ ഇലക്ട്രോണിക് ഫോം ബൈ ബാങ്ക്സ് and other organization. And the last one, protection of online privacy and cyber crimes ഒക്കെ stop ചെയ്യുക. Okay, this is about the objectives of Information Technology Act in India. Coming to the next term, that is information overload. Information overload describes the excess of information available to a person aiming to complete a task or make a decision. Overload, നമ്മൾ പറയില്ലേ ചില സബ്ജക്റ്റ്, അയ്യോ ഇത് ഓവർലോഡ് ആണ്, ഇത്രേ പഠിക്കാൻ പറ്റൂ എന്ന് പറയില്ലേ. അതെന്താ, നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനും പുറമെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകുമ്പോൾ നമ്മൾ അത് ഓവർലോഡ് ആണെന്ന് പറയും. അതേപോലെ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാ, എന്തെങ്കിലും ഒരു ഡിസിഷൻസ് ഒക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡിസിഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ആ ഒരു ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ആവശ്യമുള്ള ഇൻഫർമേഷന് ഒരു കണക്കുണ്ട് അല്ലെ. ഒരു ഏത് മാറ്റർ ആണോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ആ ഡിസ്കസ് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റേഴ്സ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ പോരെ. അതിലുപരി ഒരുപാട് ഇൻഫർമേഷൻസ് വന്നു ചേരുമ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, so information overload describes the excess of information available to a person aiming to complete a task or make a decision. This impedes the decision making process. Impedes എന്ന് പറഞ്ഞാൽ തടയുക, അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്മൂത്ത്നെസ് ഒഴിവാക്കുക, resulting in a poor decision being made. When designing products, websites or apps, designers should be especially careful to ensure they prevent information overload from affecting the user's experience. ഈ ഇൻഫർമേഷൻ ഓവർലോഡ് കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്സ് എന്താ, നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ വരുമ്പോഴേ ഏതിന്റെ ബേസിലാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റണമെന്നില്ല അല്ലെ. സോ അപ്പൊ നമ്മൾ എടുത്ത ഡിസിഷൻ ചിലപ്പോൾ തെറ്റിപ്പോവാം. അതേപോലെ ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ഡ്രസ്സ് വാങ്ങാനായിട്ട് ഒരു ഷോപ്പ് കയറി. ഇപ്പൊ ഷോപ്പ് കയറി വലിയ സെലക്ഷൻ ഒന്നും ഇല്ല നമുക്ക്, അപ്പൊ നമ്മൾ എന്താണ്, അവിടെ കാണുന്നതിൽ ഒന്നോ രണ്ടോ എണ്ണം നമ്മൾ സെലക്ട് ചെയ്യും. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ബ്രാൻഡ്സും ഒരുപാട് കളക്ഷൻസും ഉള്ള ഒരു ഷോപ്പാണെങ്കിൽ നമുക്ക് ഏത് എടുക്കണമെന്ന് നമ്മൾ അവിടെ എന്താണ് കൺഫ്യൂഷൻ ആയിട്ട് നിന്നുപോയില്ലേ. ആ ഒരു അതേ സാധനമാണ് ഈ ഇൻഫർമേഷൻ ഓവർലോഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, excess of information available to a person aiming to complete a task or make a decision. Have I made myself clear to you? ഇനി ഈ കമ്പ്യൂട്ടർ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഫിസിക്കൽ പ്രോബ്ലംസും ഉണ്ട്, സൈക്കോളജിക്കൽ പ്രോബ്ലംസും ഉണ്ട്. കമ്പ്യൂട്ടേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കൂടുതൽ നമ്മൾ അഡിക്റ്റഡ് ആയി പോകുന്നത് കൊണ്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് രണ്ട് രീതിയിൽ അത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ പ്രോബ്ലംസും ഉണ്ട്, സൈക്കോളജിക്കൽ പ്രോബ്ലംസും ഉണ്ട്. ഫിസിക്കൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, റിപ്പിറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറി വരാം, ദെൻ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം വരാം, റേഡിയേഷൻ നമുക്ക് സംഭവിക്കാം, ദെൻ സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം, ലോസ് ഓഫ് അറ്റൻഷൻ ആൻഡ് സ്ട്രെസ് കൂടാം, ദെൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പ്രിന്റേഴ്സ് പ്രോബ്ലം ഡ്യൂ ടു ഇനാക്ടിവിറ്റി. ഓക്കെ, ചിലപ്പോൾ കമ്പ്യൂട്ടറും പ്രിന്ററും തന്നെ കേടായി പോകും നമ്മൾ യൂസ് ചെയ്ത് അല്ലെ. These are all the physical problems related with the computer use. Then what are the important psychological problems? എന്തൊക്കെയാ, ഫിയർ ഓഫ് ടെക്നോളജി, ദെൻ കമ്പ്യൂട്ടർ ആൻസൈറ്റി. ഇതൊക്കെ ഒരു ഡിസോർഡർ ആണ് കേട്ടോ. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള കൂടുതലായിട്ട് യൂസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് അഡിക്റ്റ് ആയി പോകുന്നതുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇന്റർനെറ്റ് അഡിക്ഷൻ, ഇത് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടാലോ, വായിച്ചാൽ തന്നെ എഴുതാൻ പറ്റും. These are all the health issues related with the use of information technology. Now coming to the next term, that is e-waste and green computing. E-waste, എന്നുള്ള ടേം എന്താ, ഇലക്ട്രോണിക് വേസ്റ്റ്. എന്താ സംഭവം,
E-waste is a popular name for electronic products nearing to the end of their useful life. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഫോണ് അപ്ഡേറ്റഡ് വേർഷൻസ് അല്ലെങ്കിൽ പുതിയ മോഡൽസ് വരുന്ന സമയത്ത് നമ്മൾ ആ ഫോണ് ഒന്നില്ലെങ്കിൽ അത് വീട്ടിൽ തന്നെ വെച്ചിട്ട് നമ്മൾ പുതിയത് വാങ്ങും, അല്ലെങ്കിൽ നമ്മളത് വിൽക്കും അല്ലെ. എന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ് അത് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റിയാലും ഒരു പരിധിയില്ലേ, എങ്കിലും അതിന്റെ അവസാന കാലഘട്ടം, അതായത് ഇപ്പൊ നമ്മള് വീട്ടിൽ തന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാരുടെ വീട്ടിൽ കാണാം എന്താണ് ഈ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ് ഒക്കെ വരുന്നതിന്റെ മുന്നേ നമ്മളെ പഴയ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ഇല്ലേ, അതൊക്കെ ചില വീട്ടിലൊക്കെ കാണാം എന്താ ഷെൽഫിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് എന്താണ് എവിടെ എടുത്ത് കളയാൻ പറ്റാത്തൊരവസ്ഥ അല്ലെ, അതിനെ ഡിസ്പോസ് ചെയ്യാൻ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു ആസ്പെക്ട് ആണ് ഇലക്ട്രോണിക് വേസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? So e-waste is a popular name for electronic products nearing the end of their useful life. ഒരു ഇലക്ട്രോണിക് പ്രോഡക്ട്സ് അതിന്റെ യൂസ്ഫുൾ ലൈഫിന്റെ മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻഡിൽ എത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള നെയിമാണിത് ഇലക്ട്രോണിക് വേസ്റ്റ്. E-waste for short or e-waste electronic waste electrical and electronic equipment is the term used to describe old end of life or discarded appliances using electricity. It includes എന്തൊക്കെയാവാം, കമ്പ്യൂട്ടേഴ്സ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ഫ്രിഡ്ജസ് എക്സെട്ര which have been disposed of by their origin. Okay, this is about e-waste. Then coming to the next term, that is green computing. It is a recent trend and an evolving field aiming towards the sustainable future uses. Different approaches have been established as possible directions towards green computing. Green computing is an eco-friendly and environmentally responsible way of using the computers. It is also defined as the designing, usage and disposing of the e-waste in such a manner that it leaves a minimal impact on the environment. Okay, ഈ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് നമ്മൾ പറഞ്ഞു വിച്ച് ഈസ് ഈ ഇലക്ട്രോണിക് മെറ്റീരിയൽസ് അത് യൂസ് ചെയ്യാൻ പറ്റാതെ ആവുമ്പോൾ അതിന്റെ ഒരു വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ഈ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് എന്താണ്, ഒരു എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എൻവയോൺമെന്റലി റെസ്പോൺസിബിൾ വേ ഓഫ് യൂസിങ് ദ കമ്പ്യൂട്ടേഴ്സ് ആണ്. And it is also defined as the designing, usage and disposing of electronic waste in such a manner that it leaves a minimal impact on the environment. എൻവയോൺമെന്റിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാത്ത രീതിയിൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് അതിന്റെ ഒരു ഡിസ്പോസൽ അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യുക, അതിന്റെ ഡിസ്പോസൽ ഒക്കെ അത് അധികം ബുദ്ധിമുട്ട് എൻവയോൺമെന്റിന് ഉണ്ടാക്കാത്ത രീതിയിൽ നടത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, so green computing comprises the basic objectives that can be achieved by every individual involved right from manufacturing to using the electronics. ഈ ഗ്രീൻ കമ്പ്യൂട്ടിംഗിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് അറിയോ? Minimizing energy consumption, then utilizing the green energy, then minimizing the equipment disposal requirements, and recycling is one of the most significant green practice that contributes to green computing. This is about e-waste and green computing. Then coming to the recent e-governance initiatives in India. The എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോണിക് ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. E-governance is basically associated with carrying out the functions and achieving the results of governance through the utilization of ICT. ഈ ICT യുടെ ഫുൾ ഫോം എന്താണ്? That may be asked as a question. Okay, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസിലോ ഒക്കെ ചോദിക്കാറുണ്ട്. What do you mean by ICT? ICT simply stands Information and Communication Technology. Okay. While governance relates to safeguarding the legal rights of all citizens, an equally important aspect is concerned with ensuring equitable access to public services and the benefit of economic growth to all. So electronic governance എന്ന് പറഞ്ഞാല് ഗവൺമെന്റ്, നമുക്കറിയാം ഗവൺമെന്റിന്റെ ഒരുവിധം കാര്യങ്ങളിലൊക്കെ, അതായത് എന്താണ്, ഒരു പബ്ലിക് സർവീസുകളിലൊക്കെ ത്രൂ ദ ഇലക്ട്രോണിക് മീഡിയ പബ്ലിക് സർവീസുകളൊക്കെ അതിന്റെ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. However, this would require the government to change itself, its process, its outlook, laws, rules, regulations, and also its way of interacting with the citizens. It would also require capacity building within the government and creation of general awareness about e-governance among the citizens. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഗവൺമെന്റ് ഇന്ററാക്ഷൻ ഇൻ ഇ-ഗവേണൻസ്. നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് ഗവേണൻസ് എന്ന് പറഞ്ഞാല്
ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ, അല്ലാതെ ഗവൺമെന്റ് സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ അതൊക്കെ ത്രൂ ഇലക്ട്രോണിക് മീഡിയ ആക്കുക. ആ ഒരു പ്രോസസ് ആണല്ലോ ഇ ഗവേണൻസ്. എന്തൊക്കെയാണ് ഗവൺമെന്റിന്റെ ഇന്ററാക്ഷൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഗവൺമെന്റ് ടു സിറ്റിസൺസ് ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്? ഗവൺമെന്റ് ടു സിറ്റിസൺ G2C ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും ഗവൺമെന്റ് ടു സിറ്റിസൺസ്? ഗവൺമെന്റ് ടു സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ലാൻഡ് റെക്കോർഡ്സ്, then Bhumi project, then Lokyani, then Gyandoot, then Project Friends in Kerala. Friends നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണല്ലേ? പ്രോജക്ട് ഫ്രണ്ട്സ്. then E-Mitra project in Rajasthan, then E-Seva in ആന്ധ്രാപ്രദേശ്. ഇതൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ആക്ടിവിറ്റീസ് ആണ്, ഇന്ത്യയിലുള്ള ഇ ഗവേണൻസ് പ്രോഗ്രാംസ് ആണ്. നമ്മൾ ഇതിനകത്ത് പ്രോജക്ട് ഫ്രണ്ട്സ് ഇൻ കേരള മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിലുള്ള ഇ ഗവേണൻസ് പ്രോഗ്രാം. ഈ കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ലാൻഡ് റെക്കോർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ലാൻഡ് ഓണേഴ്സിനൊക്കെ ഗെറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് കോപ്പി ഓഫ് ഓണർഷിപ്പ്, ക്രോപ്പ് ആൻഡ് ടെനൻസി ആൻഡ് അപ്ഡേറ്റഡ് കോപ്പീസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് റൈറ്റ്സ് ഓൺ ഡിമാൻഡ്, അതൊക്കെ കിട്ടാൻ പറ്റുന്നുണ്ട്. ദെൻ ഭൂമി പ്രോജക്ട് എന്താണ്? ഓൺലൈൻ ഡെലിവറി ഓഫ് ലാൻഡ് റെക്കോർഡ്സ്. ഈ സെൽഫ് സസ്റ്റൈനബിൾ ഇ ഗവേണൻസ് പ്രോജക്ട് ഫോർ ദ കമ്പ്യൂട്ടറൈസ്ഡ് ഡെലിവറി ഓഫ് 20 million rural land loads to 6.7 million farmers through 177 government owned kiosks in the state of Karnataka. ഇത് കർണാടകയിലുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എയിം ചെയ്തത്? ഭൂമി പ്രോജക്റ്റ് ഓൺലൈൻ ഡെലിവറി ഓഫ് ലാൻഡ് റെക്കോർഡ്സ് ആണ്. ദെൻ ഗ്യാൻഡ്യൂട്ട്. ഗ്യാൻഡ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ഇന്റർനെറ്റ് ബേസ്ഡ് ഇൻട്രാനെറ്റ് ബേസ്ഡ് ഗവൺമെന്റ് ടു സിറ്റിസൺ സർവീസ് ഡെലിവറി ഇനീഷ്യേറ്റീവ് ആണ്. ആൻഡ് ഇറ്റ് വാസ് ഇനീഷ്യേറ്റഡ് ബൈ ധാർ ഡിസ്ട്രിക്ട്സ് ഓഫ് മധ്യപ്രദേശ് ഇൻ ജാനുവരി 2000. അതിന് 2 എയിമുകളാണ് ഉള്ളത്. എന്താണ്? providing relevant information to the rural population and acting as an interface between the district administration and the people. ഈ പ്രോജക്ട്സിനെ പറ്റിയൊക്കെ നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ നോക്കി വായിക്കണം. കാരണം ഇതൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. കാരണം ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. എന്താണ് ഇ ഗവേണൻസ്? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗവൺമെന്റ് ഇന്ററാക്ഷൻ ഇൻ ഇ ഗവേണൻസ്? അതിനകത്ത് G2C ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ലാൻഡ് റെക്കോർഡ്സ് ആണ്, 2 ഭൂമി പ്രോജക്ട്, ദെൻ മൂന്നാമത്തത് ഗ്യാൻഡ്യൂട്ട്, നാലാമത്തത് ലോക്യാനി പ്രോജക്ട് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അത് എയിം ചെയ്യുന്നത് എന്താണ്? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പ്രോജക്ട് അറ്റ് സിതാപൂർ ഡിസ്ട്രിക്ട് ഇൻ ഉത്തർപ്രദേശ്, which was initiated in the year 2004. And its objective is to provide a single window, self-sustained and e-governance solution with regard to handling of grievance, land record maintenance and providing a mixture of essential services. Then project friends. Friends നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണല്ലേ? ഫ്രണ്ട്സിന്റെ ഫുൾ ഫോം എന്താന്ന് ആരെങ്കിലും അറിയോ? ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റന്റ്, എഫിഷ്യന്റ് network for the disbursement of services. So you should be familiar with the term friends. ഫ്രണ്ട്സിനകത്ത് ഉള്ള ലെറ്റേഴ്സിന്റെ ഒക്കെ എക്സ്പാൻഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റന്റ്, എഫിഷ്യന്റ് നെറ്റ്വർക്ക് ഫോർ ദ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് സർവീസസ് എന്നുള്ളതാണ് ഫ്രണ്ട്സ് എന്നുള്ള ടേമിന്റെ ഫുൾ ഫോം. ദാറ്റ് ഇസ് എ സിംഗിൾ വിൻഡോ ഫെസിലിറ്റി പ്രൊവൈഡിംഗ് സിറ്റിസൺസ് the means to pay taxes and other financial dues to the state government. And the services are provided through Friends Janaseva Kendrams located in the district headquarters. Okay. Then E-Mitra എന്നുള്ള പ്രോജക്റ്റ് രാജസ്ഥാനിലുള്ളതാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? It is an integrated project to facilitate the urban and rural masses with the maximum possible services related to different state governments. Okay. Then last one, E-Seva. That is a program initiated by the Andhra Pradesh government. And this project is designed to provide government to citizen and e-business to citizen services. And the highlight of E-Seva project is that all the services are delivered online customer citizens by connecting them to the respective government departments and providing online information at the point of delivery. This is about government to citizen initiatives. Now coming to government to business initiatives. അതിനകത്ത് 2 എണ്ണമാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഈ പ്രൊക്യൂർമെന്റ് പ്രോജക്ട് ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് ഗുജറാത്ത് to reduce അതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണ്? ഗവൺമെന്റ് ടു ബിസിനസ്, that is to reduce the time and cost of doing business for vendors and government. Then MCA 21, that is Ministry of Corporate Affairs. ഈ MCA ന്റെ full form എന്താണ്? Ministry of Corporate Affairs. The project aims at providing easy and secure online access to all registry related services provided by the Union Ministry of Corporate Affairs to corporates and other stakeholders at any time and in a manner that best suits them. പിന്നെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ആണ്. അതിനകത്ത് ഖജാനെ പ്രോജക്ട് ഇൻ കർണാടകയുണ്ട്, സ്മാർട്ട് ഗോ ദാറ്റ് ഈസ് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന്റെ ഉണ്ട്. ഈ ഫസ്റ്റ് വൺ ഖജാനെ പ്രോജക്ട് ഇൻ കർണാടക എയിം ചെയ്യുന്നത് എന്താണ്?
treasury computerization project of the government of Karnataka. The project has resulted in the computerization of the entire treasury related activities of the state government, and the system has the ability to track every activity right from the proposal of the state budget to the point of rendering accounts to the government. Then smart government ennulla program, it was introduced by Andhra Pradesh government, and it was developed to streamline operations, enhance efficiency through workflow automation and knowledge management for the implementation in Andhra Pradesh Secretariat. These are all the e-governance programs. Government to business ഉണ്ട്, government to customer ഉണ്ട്, government to government ഉണ്ട്. നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് വായിച്ച് പഠിക്കുക തന്നെ വേണം കേട്ടോ. Okay. Okay, now we are moving on to the last module, that is fifth module, digital marketing. Digital marketing. What do you mean by digital marketing? It is a process of promoting a brand, service or product in the internet. So marketing activities which are carried on through the media, that is internet കൂടെ നമ്മൾ marketing activities carried on ചെയ്യുമ്പോഴാണ് അത് എന്തായി മാറുന്നത്, digital marketing ആയി മാറുന്നത്. So digital marketing എന്ന് പറഞ്ഞാൽ എന്താണ്? It is a process ആണ്. എന്താണ്? Process of promoting a brand അല്ലെങ്കിൽ ഒരു service അല്ലെങ്കിൽ ഒരു product through ഇന്റർനെറ്റിൽ കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. In simple words, what we can say is digital marketing differs from traditional marketing in that it involves the use of online channels and methods that enable business and organizations to monitor the success of their marketing campaigns, often in real time, to better understand what does and does not work. So, നമുക്ക് സിമ്പിൾ വേർഡ്സിൽ എന്താ പറയാ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ചേഞ്ചിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ പ്രൊഡ്യൂസർ ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് അല്ലെ? അല്ലെങ്കിൽ എന്താ ആ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. Now coming to the advantages and disadvantages of digital marketing. Advantages എന്തൊക്കെയായിരിക്കും? Global reach, lower cost, then trackable അല്ലെങ്കിൽ measurable results, then personalization, then it is open, then improved conversation rates. ഇതിനൊന്നും വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണ്ട, നമുക്ക് അറിയാവുന്ന തന്നെയാണ്. Then now coming to the disadvantages or limitation. എന്തൊക്കെയായിരിക്കും? സ്കിൽസ് ആൻഡ് ട്രെയിനിങ് വേണം അല്ലേ? ഇത് then ടൈം കൺസ്യൂമിംഗ് ആണ്. ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രൊമോഷൻ ഫസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ടൈം കൺസ്യൂമിംഗ് ടാസ്ക് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഹൈ കോമ്പറ്റീഷൻ, കംപ്ലൈൻസ് ആൻഡ് ഫീഡ്ബാക്ക്, then security and privacy issues. These are all the advantages and limitations of digital marketing. Okay, coming to the next term, that is business models in digital marketing. ഇത് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, എക്സാമിനൊക്കെ ചോദിച്ച് കാണാറുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. സോ ബിസിനസ് ടു ബിസിനസ് ആണ് ഫസ്റ്റ് വൺ. ബിസിനസ് ടു ബിസിനസ് എന്ന് പറഞ്ഞാല് ഇറ്റ് റെഫേഴ്സ് ടു കൊമേഴ്സ് ബിറ്റ്വീൻ ടു ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ വേറൊരു ബിസിനസ് ഓർഗനൈസേഷന് ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ബിസിനസ് ടു ബിസിനസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോൾസെയിലർ റീറ്റെയിലർക്ക് പ്രോഡക്ട്സ് കൈമാറ്റുക. അപ്പൊ അത് രണ്ടും ബിസിനസ് ടേംസ് അല്ലേ, ബിസിനസ് ഓർഗനൈസേഷൻസ് അല്ലേ? അതാണ് ബിസിനസ് ടു ബിസിനസ്. ഇനി രണ്ടാമത്തത് എന്താണ്? ബിസിനസ് ടു കസ്റ്റമർ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നേരെ കസ്റ്റമറിന് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ബിസിനസ് ടു കസ്റ്റമർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തത് എന്താണ്? കസ്റ്റമർ ടു കസ്റ്റമർ. കസ്റ്റമർ ടു കസ്റ്റമർ പറഞ്ഞാൽ എന്താണ്? Customer to customer അല്ലെങ്കിൽ consumer to consumer is a business model that facilitates the transaction of products or services between customers. Okay. Here the consumer to consumer or C2C is the business model that facilitates commerce between private individuals. രണ്ട് customers തമ്മിലുള്ള transactions ആണ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണ് ഈ കസ്റ്റമർ ടു കസ്റ്റമർ അല്ലെങ്കിൽ C2C മോഡലിൽ നടക്കുന്നത്. ഇനി ബിസിനസ് ടു എംപ്ലോയീസ്, B2E എന്താന്ന് നോക്കാം. Business to employees എന്ന് പറഞ്ഞാൽ എന്താണ്? An approach in which the focus of business is the employee rather than the consumer. ഇവിടെ കസ്റ്റമറിനല്ല ഫോക്കസ് ചെയ്യുന്നത്, വേറെ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? എംപ്ലോയീസിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ ദ B2E approach grew out of the ongoing shortage of information technology workers. In a broad sense, B2E encompasses everything that business do to attract and retain well-qualified staff in a competitive market, such as aggressive recruiting tactics, benefits, educational opportunities, flexible hours, bonuses, and employee empowerment strategy. So, with a business organization, it directly markets towards employees
That is products transfer ചെയ്യല്ല, rather than നമുക്കറിയാം എംപ്ലോയീസ് എന്ന് പറഞ്ഞാല് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി കാലഘട്ടത്തില് ഇങ്ങനെ അവെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ് ഉള്ള എംപ്ലോയീസിനെ കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് ബിസിനസ് ഓർഗനൈസേഷൻ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിന് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ അട്രാക്ട് ചെയ്യുക, അവരെ റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ നടത്തുന്നത്. Then last one, business to government. A business model that refers to business selling products, services or information to governments or government agency. ഇവിടെ ബിസിനസ് ഓർഗനൈസേഷൻ ഡീൽ ചെയ്യുന്നത് ആരുമായിട്ടാണ്? ഗവൺമെന്റ് ആയിട്ടുമാണ്. അതുകൊണ്ടാണ് ഇതിനെ B2G നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. Here in this model provide a way for business to bid on government projects or products that government might purchase or need for their organization. ഇത് ഗവൺമെന്റ് ആയിട്ട് മറ്റേ എന്താ പറയാ നമ്മൾ പറയില്ലേ കോൺട്രാക്റ്റിലൊക്കെ എൻട്രി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബിസിനസ് ഓർഗനൈസേഷനും ഗവൺമെന്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഈ B2G ഗവൺമെന്റിൽ വരുന്നത്, B2G മോഡലിൽ വരുന്നത്. So these are the business models in digital marketing. This is very important area. You have to read your study material in detail and then prepare for the exam. Business to business, business to customer, customers to customer, business to employees and business to government. Now coming to the next term, that is online advertising. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് ഒരു മാനുഫാക്ചറർ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ മാത്രം അത് സെല്ലാവില്ല. ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് കസ്റ്റമേഴ്സ് അവെയർ ആവുക അല്ലെ. സോ ഈ ഒരു അഡ്വർടൈസ്മെന്റ് ത്രൂ ദ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ വഴി ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓൺലൈൻ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. Okay, so online advertising is a marketing strategy that involves the use of internet as a medium to obtain website traffic and target and deliver marketing messages to the right customers. So here the medium is internet. A major advantage of online advertising is the quick promotion of a product information without geographical boundary limits. Major ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ് ഓൺലൈൻ അഡ്വർടൈസിംഗ് കൊണ്ട്? ക്വിക്ക് പ്രൊമോഷൻ ഓഫ് പ്രോഡക്റ്റ് ആണ് അല്ലെ. പെട്ടെന്ന് ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യിക്കാൻ പറ്റും. നമുക്കറിയാം ഇപ്പൊ ഒരു അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ പത്രത്തിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഓരോ റീജിയണിലുള്ള പത്രത്തിലും നമ്മൾ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആൾക്കാരിൽ ആക്സസ് ചെയ്യാൻ പറ്റുക. പക്ഷേ നമ്മൾ ഇന്റർനെറ്റ് വഴിയാകുമ്പോൾ ഒരൊറ്റ അഡ്വർടൈസ്മെന്റ് കൊണ്ട് അത് ലോകം മുഴുവൻ കാണിക്കാൻ പറ്റും അല്ലെ. ദിസ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിംഗ്. ഇനി ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിംഗ്സ് എന്തൊക്കെയാ? നേറ്റീവ് അഡ്വർടൈസിംഗ് ഉണ്ട്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ഉണ്ട്, ഡിസ്പ്ലേ അഡ്വർടൈസിംഗ് ഉണ്ട്, മൊബൈൽ അഡ്വർടൈസിംഗ് ഉണ്ട്, സോഷ്യൽ അഡ്വർടൈസ്മെന്റ്സ് ഉണ്ട്, പിന്നെ റീടാർഗറ്റിംഗ് അല്ലെങ്കിൽ റീമാർക്കറ്റിംഗ്സ് ഉണ്ട്, ദെൻ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ഉണ്ട്, ഡിജിറ്റൽ സൈനേജ് ഉണ്ട്, ദെൻ വീഡിയോസ് മാർക്കറ്റിംഗ് ഉണ്ട്. ദീസ് ആർ ഓൾ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിംഗ്. ഇനി പേ പെർ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പേ പെർ ക്ലിക്ക് അഡ്വർടൈസിംഗ്. Pay per click advertising, the short form is PPC, is an online advertising model in which advertisers pay each time a user clicks on one of their online ads. There are different types of PPC ads, but one of the most common type is the paid search ad. These ads appear when people search for things online using a search engine like Google, especially when they are performing commercial searches, meaning that they are looking for something to buy. This could be anything from a mobile search, someone looking for pizza near me on their phone, to a local service search, someone looking for a dentist or a plumber in their area, to someone shopping for a gift, Mother's Day flowers, or a high-end item like enterprise software. All of these searches trigger pay-per-click ads. In pay-per-click advertising, business running ads are only charged when a user actually clicks on their ad. Hence the name pay per click. Okay. ഇപ്പൊ ഈ പേ പെർ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ഈ ഒരു അഡ്വർടൈസ്മെന്റില് ബിസിനസ് ഓർഗനൈസേഷൻസ് അവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് എങ്ങനെയാ? യൂസർ അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള മാറ്റേഴ്സ് അല്ലെങ്കിൽ യൂസർ ആ ഒരു അഡ്വർടൈസ്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഒരു അഡ്വർടൈസ്മെന്റ് ആക്റ്റീവ് ആവുക. ദാറ്റ് ഈസ് ടേംഡ് ആസ് പേ പെർ ക്ലിക്ക്. ഇനി ലാസ്റ്റ് ഏരിയ ആണ് സെർച്ച് എഞ്ചിൻ ads. Search engine advertisement എന്ന് പറഞ്ഞാൽ എന്താ? Search engine advertising is a branch of online marketing. Here the advertisement is in the form of a text or images are posted on search engines. നമുക്കറിയാം search engines ആണ് എന്ത്? ഗൂഗിള്, ബിങ്, യാഹു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ search engines ആണ്. അപ്പൊ ആ ഒരു search engines അതായത് ആ advertisements in the form of a text or images that are posted on search enginesന്റെ കൂടെ advertisements പോസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? Search engine ads എന്ന് പറയാ. These ads then appear
prominently in the SERP, that is search engine result pages, and this method belongs to the main source of income for search engine providers. And search engine advertising is a cost-effective way to promote, improve business and brands, as appearing high up in the SERPs make brands and product more visible. So search engine advertisement in advertisement which are given through search engines like Google, OB. Okay. Then social media channels and ads. Social media advertisement നമുക്കറിയാലോ. ഇപ്പോൾ സെർച്ച് എഞ്ചിൻ ads എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻസ് ആയ ഗൂഗിളിന്റെയും യാഹൂവിന്റെ ഒക്കെ കൂടെ അഡ്വർടൈസ്മെന്റ്സും പ്രൊമോട്ട് ചെയ്യുന്നതാണ് നമ്മൾ സെർച്ച് എഞ്ചിൻസ് ads എന്ന് പറഞ്ഞാൽ. ഇനി സോഷ്യൽ മീഡിയ ചാനൽസ് ആൻഡ് ads എന്ന് പറഞ്ഞാൽ എന്താ? Here, social media marketing is the use of social media platforms to connect with your audience, to build your brand, increase sales and drive website traffic. നമുക്കറിയാം സോഷ്യൽ മീഡിയ ആയ ഫേസ്ബുക്ക്, അല്ലെ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, അതിൽ കൂടെയൊക്കെ പ്രോഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ്. There is no need for much explanation for all these terms. You all are familiar with all these terms. Okay, this involves pushing great content on your social media profiles, listening to and engaging your followers, analyzing your results, and running social media advertisement. The major social media platforms are Facebook, Instagram, Twitter, LinkedIn. Okay. Then there are also a range of social media management tools that help business to get the most out of social media platform. These are all the information about social media channels and ads. So, okay, this is about your subject, professional business skills. ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല എങ്കിലും നിങ്ങൾക്ക് അറിയുന്ന കുറെ ഏരിയാസ് തന്നെയാണിത്. നന്നായിട്ട് വായിക്കുക. പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഞാൻ വീഡിയോന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.